ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? Yes, sir. എല്ലാവരും സാറ്റർഡേത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. സാറ്റർഡേത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡിൽ ചെയ്ത്. സാറ്റർഡേ വരെയുള്ള എല്ലാ ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തവർ മാത്രം ഓൺലൈൻ ഒന്ന് ഹാൻഡിൽ ചെയ്ത്. ബാക്കിയുള്ളവരോ? ആയിഷ, ആൽവിൻ, നിക്കോൾ, നിഖിൽ, രുക്മിണി. എത്ര ക്ലാസ് പെൻഡിങ് ഉണ്ട് ആയിഷ? പിവറ്റ് ആ ക്ലാസ് മാത്രം പെൻഡിങ്. ഫ്രൈഡേ അടുത്ത് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴത്തെ കംപ്ലീറ്റ് ചെയ്യും. ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. ഫ്രൈഡേത്ത് പറ്റിയില്ല കേൾക്കാൻ. ഓക്കെ. ആൽവിൻ, ആൽവിൻ ക്ലാസ്സിലുണ്ടോ? ആൽവിൻ ആന്റണി ക്ലാസ്സിലുണ്ടോ? ആൽവിൻ ഓഫ്ലൈനിൽ വരുന്നില്ലല്ലോ? ആണോ? ആൽവിൻ ആൽവിൻ ക്ലാസ്സിലുണ്ടോ? ആൽവിൻ ആന്റണി. ഇന്നൊരു വാർണിംഗ് തരാം. ഞാൻ ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടോന്ന് അറിയില്ല. ഇതുപോലെ പേര് വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ ഒരു കാരണവശാലും റീജോയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് റിമൂവ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ എൻറ്റയർ ഡാറ്റാ സയൻസിൽ നിങ്ങൾ എന്താവും? ആബ്സെന്റ് ആക്കിയിട്ട് മാറ്റുകയും ചെയ്യും. പേര് വിളിച്ചിട്ട് പ്രോപ്പറായി റെസ്പോൺസ് ചെയ്യാത്തവരൊരു രണ്ടോ മൂന്നോ തവണ പേര് വിളിക്കും. അതിൻ്റെ ഇടയിൽ ഓൺലൈൻകാർക്ക് മൈക്കും ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാനുള്ള സമയം വേണ്ടു. അതിന് ശരിക്കും ഒരു മിനിറ്റ് താഴെ സമയം മതി. അതുകൊണ്ട് ഞാനത് ചെയ്യും കേട്ടോ. ഓൺലൈൻ ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഓൺലൈൻ അങ്ങനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരാൻ ചാൻസ് ഉണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ ആ ഒരു പ്രോസസ്? യെസ് ഓർ നോ? കുഴപ്പമില്ല സാർ. ഓക്കെ. ഓക്കെ. ഞാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്ങനെ എന്ത് ചെയ്യുക? അതായത് നിങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ട്രാവലിംഗിൽ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ക്ലാസ് കേൾക്കാൻ തോന്നിയിട്ട് അവർ എന്താണ് മൊബൈലിൽ ജോയിൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ഇൻഫോം ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിമൂവ് ചെയ്യും. രണ്ടോ മൂന്നോ തവണ മാത്രമേ പേര് വിളിക്കൂ, പിന്നെ റിമൂവ് ആയിരിക്കും. പിന്നെ അത് നിങ്ങൾ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഇഷ്യൂ ഒന്ന് റേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വാർണിംഗ് എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി അവരവിടെ എന്താണ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എനിക്ക് അറിയില്ല. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഇതൊരു വാർണിംഗ് ആയിട്ട് എടുത്തിട്ട് ഇനി അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ. നിക്കോൾ, കുറെ ക്ലാസ് പെൻഡിങ് ഉണ്ടോ? ഇല്ല ഇല്ല, ശനിയാഴ്ച സാറ്റർഡേയില് മാത്രമേ ഉള്ളൂ. സാറ്റർഡേ അല്ലോ. എപ്പോഴത്തെ കംപ്ലീറ്റ് ചെയ്യും? അത് ഇന്ന് തന്നെ കണ്ടോണം. ഓക്കെ. പിന്നെ ആരുള്ളത്? രുക്മിണി. Yes, sir. സാറ്റർഡേ ക്ലാസ് ആണോ? സാറ്റർഡേയിലെ ക്ലാസ് ആണോ പെൻഡിങ് ഉള്ളത്? സാറ്റർഡേ മാത്രമേ ഉള്ളൂ. എപ്പോഴത്തെ കംപ്ലീറ്റ് ചെയ്യും? ഞാൻ ഇന്ന് കാണാം സർ. ഓക്കെ. ഓക്കെ. ഓഫ്ലൈൻ എല്ലാവരും സാറ്റർഡേ ഉണ്ടായതല്ലേ? ഓക്കെ. എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് എന്തായിരുന്നു? പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇനി മുമ്പോട്ടുള്ള ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻസും കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു തരും. ഞാൻ തന്നെ കൺസെപ്റ്റും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും. നിൽക്കണമെങ്കിൽ
നേരത്തെ പഠിക്കണ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം കേട്ടോ. ഞാൻ അതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് നോക്കി പഠിക്കാൻ പറ്റും. പക്ഷെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ ഞാൻ ആരെങ്കിലും ഒരാളെ വിളിക്കും. അവർ വന്നിട്ട് ഒന്നുകൂടി ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും. ഓഫ്ലൈൻ ആണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് കൺസെപ്റ്റ് ഒന്നുകൂടെ റീ ഇംപ്ലിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓൺലൈൻ ആണെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒന്നുകൂടെ എൻ്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അത് എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇന്ന് നാളെ ഞാൻ സ്പെസിഫിക് ഡേറ്റ് ഒന്നും പറയുന്നില്ല. പുതിയ വല്ല ടോപ്പിക് വേണമെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ ഒരു 1-2 ദിവസം സമയം തരും നിങ്ങൾക്ക് പഠിച്ചിട്ട് വരാനും വേണ്ടിയിട്ടുള്ളത്. ഇതിൽ ഏത് വേണമെങ്കിലും അവിടെ സംഭവിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് മാത്രം ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിന്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അത് വെറുതെ ചെയ്തു പോകാനല്ല കേട്ടോ. അതുകൊണ്ട് കൺസെപ്റ്റ് പറയുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക, എന്നിട്ട് മാത്രം ഇംപ്ലിമെന്റേഷൻ കാര്യത്തിലോട്ട് മൂവ് ചെയ്യുക. ഇല്ലെങ്കിൽ എന്താവും, പണി. അല്ലെങ്കിൽ ഇമ്പോസിഷൻ ഒന്നും കാട്ടി ഞാൻ അവിടെ തരും എക്സ്ട്രാ പരിപാടി. അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ശ്രമിക്കാം. ഓൺലൈൻ അതുകൊണ്ട് നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ റെഡിയാക്കി വെക്കുക. ഇനി ആർക്കെങ്കിലും എന്താണ് സൂമോ പവർ ബി ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് നല്ല സ്ലോ ആവുന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഇൻഫോം ചെയ്ത് വെക്കുക കേട്ടോ. ഓരോ സിസ്റ്റംസ് അങ്ങനെ ഉണ്ടാവും. ഓൾറെഡി സ്ലോ ആയിരിക്കും, അതിന്റെ കൂടെ സൂം കൂടെ കണക്ട് ചെയ്താൽ അത് നല്ല രീതിയിൽ സ്ലോ ആകും. അങ്ങനെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്ത് പോകും. ഓക്കെ. ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ആൾക്കാരും എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ നമുക്കവിടെ കിട്ടും. അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് പോയിട്ട് എന്ത് ചെയ്യും, അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ ബ്ലാ 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 എന്ന് പറയുന്നല്ലാതെ എക്സാക്ട് കൺസെപ്റ്റ് ഒന്നും പുറത്തു വരില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഫാക്ട്, ഡിമെൻഷനിലെ കൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായത്. എന്താണ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിലെ ഡാറ്റ അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്, ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡാറ്റാസിന് ഫോർമാറ്റ് വിളിക്കുന്നതാണ് ഫാക്ട് അല്ലെങ്കിൽ ഓക്കെ അല്ലേ? സ്ക്രീൻ വരുന്നില്ലേ? ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ് ഡിമെൻഷൻ ടേബിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. എന്താണ് ഡിമെൻഷൻ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ, പക്ഷെ ഇത് ആരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ ആയിരിക്കണം. ഫാക്ട് ടേബിളിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ ആണെങ്കിൽ അതിനെ കോൾ ചെയ്യുന്ന പേരാണ് ഡിമെൻഷൻ അല്ലെങ്കിൽ ഡിമെൻഷൻ ടേബിൾസ്. ഒരു 10 പോയിന്റ്സ് വെച്ച് നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഡെഫിനിഷൻ, പിന്നെ പ്രൈമറി കീ, ഫോറിൻ കീ, പർപ്പസ്, ഹയറാർക്കി, പിന്നെ നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്, ഗ്രോത്ത്, അപ്ഡേറ്റ് ഫ്രീക്വൻസി, പിന്നെ ഡാറ്റ മോഡലിംഗ്, ഡാറ്റ ടൈപ്സ്. ടോട്ടൽ 10 പോയിന്റ്സ് ആയിരുന്നു നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായത്. എല്ലാവർക്കും ആ 10 പോയിന്റ് കൺസെപ്റ്റും കാര്യങ്ങളും ക്ലിയർ ആയിരുന്നു. എപ്പോഴും പ്രൈമറി കീ എവിടെയായിരിക്കും ഡിഫൈൻ ചെയ്യാം? ഫാക്ട് ടേബിൾ ആണോ? പ്രൈമറി കീ എവിടെയായിരിക്കും? ഡിമെൻഷൻ ടേബിൾ ആയിരിക്കും. ആ ഡിമെൻഷൻ ടേബിളിലെ പ്രൈമറി കീയുടെ എക്സാക്ട് ഫോറിൻ കീ എവിടെ ഉണ്ടാവും? ഫാക്ട് ടേബിളിൽ അവൈലബിൾ ആയിരിക്കും. എന്താണ് പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ യുണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ? ഓരോ എൻട്രീസിനെ യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഒരു ടേബിളില് ഓരോ റോസ് അല്ലെങ്കിൽ ഓരോ റെക്കോർഡ്സിനെയും യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കീ. പ്രൈമറി കീ കൊടുക്കുന്ന ഇതെന്തൊക്കെയാ? കൺസ്റ്റൻസ് എന്തൊക്കെയാ? ഡ്യൂപ്ലിക്കേറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് നോട്ട് നൾ ആയിരിക്കണം. ഞാനൊരു ലിങ്ക്ഡിൻ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതാ പറഞ്ഞ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് അഡ്വാൻറ്റേജ് വരുന്നത്. എന്നെ ഫോളോ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, ബാക്കി ഒരുപാട് പേരുണ്ട്. അതുപോലെ ആൾക്കാരെ ഫോളോ ചെയ്യുമ്പോൾ അവർ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് സ്ക്രോളേ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ഇൻഫോർമേഷൻ അവിടെ നിന്ന് കിട്ടും. നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് പേര് വായിച്ച് പോകും, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, അതൊന്ന് വായിച്ചിട്ട് നമ്മൾ വിടുന്നുണ്ടാവും. പക്ഷെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഒരുപാട് നോളജ് ആയിരിക്കും കിട്ടുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ ഉള്ളിലോട്ട് ഒരുപാട് കാര്യങ്ങൾ കയറിയിട്ട് പോകും. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന പോലെ ഇതിനും 1-2 മണിക്കൂർ മാറ്റി വെക്കും കേട്ടോ. ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് നോളജ് കിട്ടുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അതുപോലെ ലിങ്ക്ഡിൻ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് അതിനേക്കാളും നല്ല ഇൻഫോർമേഷൻ കിട്ടും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുക, അവരുടെ ആർട്ടിക്കിൾസും കാര്യങ്ങളും എന്ത് ചെയ്യാം, മാക്സിമം ഫോളോ ചെയ്യുക.
ഒരുപാട് ഇൻഫോർമേഷൻ അവിടെ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഫോറിൻ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ടേബിളിൽ നിന്ന് പ്രൈമറി കീ ഡിഫൈൻ ചെയ്ത ആ ടേബിളിന് മറ്റൊരു ടേബിളായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്താണ്? ലിങ്ക് ആ പ്രൈമറി കീയുടെ ഒരു എക്സാക്ട് റെഫറൻസ് അല്ലെങ്കിൽ ഫോറിൻ കീ മറ്റൊരു ടേബിൾ ഡെവലപ്പ് ചെയ്യണം. ഫോറിൻ കീക്ക് എന്തെങ്കിലും കൺസ്ട്രെയിൻസോ കാര്യങ്ങളോ വരുന്നുണ്ടോ? അതിന് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ സപ്പോർട്ട് ചെയ്യുമോ? ഫോറിൻ കീയിൽ ഉറപ്പായിട്ട് ആരുണ്ടാവും? ആ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടാവും. അതിൽ പിന്നെ നൾ വാല്യൂസ് വരാം, വരാതിരിക്കുക. അത് വന്നാലും വന്നില്ലെങ്കിൽ എന്താണ് അവിടെ വലിയ ഇഷ്യൂസ് ഒന്നും വരാൻ പോകുന്നില്ല. എപ്പോഴും പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ട കാര്യമാണ് പ്രൈമറി കീനാണ് പ്രോപ്പർ ആയിട്ട് ഡിഫൈൻ ചെയ്തത്. പ്രൈമറിക്ക് പോലെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്താവും? റിലേഷൻഷിപ്പും കാര്യങ്ങളും മൊത്തം കുഴപ്പത്തിലാവും. പിന്നെ മുമ്പോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ്സ്റ്റ് പാർട്ടായിരിക്കും. അതിനെപ്പോഴും നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്ത് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ഡയഗ്രാമിന്റെ കൺസെപ്റ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്താണ് ഡയഗ്രാം എന്നുള്ളതൊക്കെ? എൻറ്റിറ്റി റിലേഷൻഷിപ്പ്. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം അത് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ ഫ്ലോ ചെയ്യുന്നതൊക്കെ. ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്തായിരിക്കും? അതായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഡയഗ്രാം. നിങ്ങൾ ചിലപ്പോൾ അതൊന്നും ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ കാണാനോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാനോ പോകുന്നുണ്ട്. അതൊക്കെ എന്തായിരിക്കും? ഓൾറെഡി അവർ മുമ്പേ വരയൊക്കെ അവരുടെ ആൾക്കാർ വരച്ചുണ്ടാക്കി ഡാറ്റാബേസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ നിങ്ങളൊരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കമ്പനികളൊക്കെയാണ് കയറുന്നത്, എന്തായിരിക്കും? ചിലപ്പോൾ അവർക്ക് വേണ്ടി അതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് വെക്കേണ്ടി വരും. അല്ലാത്ത കമ്പനീസ് ഒക്കെ എന്തായിരിക്കും? ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരിക്കും. ആ ഡാറ്റാബേസിലെ കാര്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യണ്ടോ? ബാക്കിയുള്ള കാര്യങ്ങൾ അനാലിസും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ബേസിക് കൺസെപ്റ്റ് അവിടെ നോക്കിയിട്ട് എപ്പോഴും മുമ്പോട്ട് പോകും. ഡയഗ്രാം അറിയെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ ഓരോരോ കൺസെപ്റ്റ് ഇവിടെ നോക്കി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നല്ല 2-3 പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ? നോർമലൈസേഷൻ. ഓക്കെ, നോർമലൈസേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് നോർമലൈസേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഞാൻ ആക്ച്വലി എന്താണ് നോർമലൈസേഷൻ? ആർക്കൊന്ന് പറയാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ പറയാൻ പറ്റുമോ? ഡേറ്റ റിഡൻഡൻസി കുറയ്ക്കുന്നതാണ്. ഡാറ്റ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് നോർമലൈസേഷൻ. യെസ്, ആയിഷ പറഞ്ഞത് ഇന്റഗ്രിറ്റി കൂട്ടാനായിട്ട്. ഡാറ്റ ഇന്റഗ്രിറ്റി കൂട്ടാനായിട്ട്. ഓക്കെ, ആയിഷ അപ്പൊ എന്താണ് ഈ ഡാറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ? എന്താ ഡാറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ? എന്താ? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ. എങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ? ഒരേ കോളത്തിൽ മൾട്ടിപ്പിൾ ഡ്യൂപ്ലിക്കേഷൻ ആണോ അല്ല വേറെ എന്തെങ്കിലും രീതിയിലാണോ? ഒരേ ഡേറ്റ പല പല റോസിൽ വരുന്നതാ. ഇപ്പൊ ഒരേ നമ്മൾ ഡാറ്റ തന്നെ പല ഒരു പല റൺഡീപിന്റെ എക്സാമ്പിളില് റൺഡീപ് എ കോമ ബി കോമ അത് താഴെ വരുമ്പോ ആ റൺഡീപ് എന്നുള്ള പേര് റിപ്പീറ്റ് ആയി വരുന്നത്. ഓക്കെ, അങ്ങനെ വന്നാൽ മാത്രം മതിയോ? അല്ല, അതൊരു അതേ സിറ്റുവേഷൻ. അതൊരു സിറ്റുവേഷൻ. അതുപോലെ ആ കോളത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കിയുള്ള കോളത്തിൽ എന്തുണ്ട്? ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ രന്ദീപ് എന്നൊരു കസ്റ്റമർ, അവിടെ കസ്റ്റമറുടെ പേര് മാത്രമേ ഉണ്ട്. അതിന്റെ കൂടെ അവരുടെ ഫോൺ നമ്പറും ലൊക്കേഷനും ആ ടേബിളിൽ തന്നെ എന്തായിരിക്കും? രന്ദീപ് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത്രയും തവണ എന്ത് ചെയ്യും? ഫോൺ നമ്പർ റിപ്പീറ്റ് ചെയ്യും, ലൊക്കേഷൻ റിപ്പീറ്റ് ചെയ്യും. ഇനി പിൻകോഡ് ഉണ്ടെങ്കിൽ ആ പിൻകോഡ് റിപ്പീറ്റ് ചെയ്യും. അപ്പൊ എത്ര ഡ്യൂപ്ലിക്കേറ്റ്, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ റിപ്പീറ്റേഷൻ പോവാണല്ലേ. അപ്പൊ എന്ത് ചെയ്യും? അതിനാണ് കോമൺലി റിഡൻഡൻസി എന്ന് കോൾ ചെയ്യുന്ന കൺസെപ്റ്റ്. ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു, ഒന്നല്ല ഒന്നാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ എന്ന് പറയാം. പക്ഷെ ഒരു കോളത്തിൽ വാല്യൂനെ ബേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കോളത്തിൽ അതേപോലെ ഡ്യൂപ്ലിക്കേഷൻസ് വരാൻ തുടങ്ങി. ഈ കൺസെപ്റ്റിലാണ് നമ്മൾ ആരോട്ട് പോവുക. ബേസിക് ആയിട്ടുള്ള ഒരു നോർമലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? മാക്സിമം ഒഴിവാക്കിയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യണം. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഡാറ്റ റിഡൻഡൻസി. അങ്ങനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ടേമാണ് നോർമലൈസേഷൻ. ഇത് തന്നെയാണ് എല്ലാവരും ആയുഷിന്റെ കുഞ്ഞു പറഞ്ഞ നോർമലൈസേഷൻ. ഇപ്പൊ നോർമലൈസേഷൻ നമുക്ക് 4 രീതിയിൽ ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും പറയാം അതിന്റെ പേരെന്തൊക്കെയാണ്? 1NF, 1NF, 2NF, 2NF, 3NF, 3, BC, NF. BCNF means Boy Scout Boy Normal Form. normal form. 1NF means
ഫസ്റ്റ് നോർമൽ ഫോം, 2NF മീൻസ് സെക്കൻഡ് നോർമൽ ഫോം, 3NF മീൻസ് തേർഡ് നോർമൽ ഫോം, BCNF മീൻസ് ബോയ് സ്കൗട്ട് നോർമൽ. ഞാനിപ്പം ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ അകത്തോട്ടൊന്നും പോകുന്നില്ല. അത് വലിയൊരു വാസ്റ്റ് ഏരിയ ആണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ റെഫർ ചെയ്ത് വെക്കുക കേട്ടോ. ഞാനൊരു 3 വർഷം മുമ്പേ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ അവിടെ ഫേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് നോർമലൈസേഷൻ. 3 വർഷത്തിന് മുമ്പ് ആ ഒരു കമ്പനി അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉറപ്പായിട്ട് എന്തായിരിക്കും അവരത് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതൽ. എല്ലാ കമ്പനിയും ഞാൻ പറയുന്നില്ല, ഞാൻ പോയ ആ ഒരു കമ്പനി മാത്രം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. അവർക്ക് വേണ്ടത് ഒരു ഡാറ്റ അനലിസ്റ്റ് പ്ലസ് SQL ഡെവലപ്പർ ആയിരുന്നു. അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നോർമലൈസേഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക, ഇതിന്റെ ഡിഫറെന്റ് കൺസെപ്റ്റ് എന്തൊക്കെയാണൊക്കെ ആയിരുന്നു എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അന്ന് എനിക്ക് അതിന്റെ ABCD പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇംപ്ലിമെന്റേഷൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. Okay. ഇനി ഡാറ്റ മോഡലിൽ 2 കൺസെപ്റ്റ് ആണ് വരുന്നത്. ഏതൊക്കെയാ? സ്റ്റാർ സ്കീമയും. എന്താ ഡാറ്റ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ? ഈ ഫാക്ട് ടേബിൾ ഡിമെൻഷൻ ടേബിൾ നമ്മൾ എന്ത് ചെയ്യാം, റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് വിളിക്കുന്ന പേരാണ്. അതിൽ 2 ടൈപ്പ് കൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്, സ്റ്റാർ സ്കീമയും സ്നോഫ്ലേറ്റ് സ്കീമയും. ഓക്കെ, നോക്കിയിട്ടുണ്ടായിരുന്നു എന്താണ് സ്റ്റാർ സ്കീമ, സ്നോഫ്ലേറ്റ് സ്കീമ. വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ആ പേര് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, സ്റ്റാറും സ്നോഫ്ലേക്കും. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? നക്ഷത്രം. നക്ഷത്രത്തിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? ഒരു സെൻട്രൽ പോർഷൻ ഉണ്ടാവും. ആ സെൻട്രൽ പോർഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് എൻഡ് പോയിന്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു സ്റ്റാറിന് 4 ആയിരിക്കും, അടുത്ത സ്റ്റാറിന് 5 പോയിന്റ്സ് ഉണ്ടാവും. അങ്ങനെ ഓരോന്നും എന്തായിരിക്കും, ഓരോ രീതിയിലായിരിക്കും എൻഡ് പോയിന്റ്സ് വെക്കുന്നുണ്ടാവുക. നമുക്ക് എന്താ ജസ്റ്റ് ഒരു ബേസിക് സ്റ്റാറിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെ ബേസിക് സ്റ്റാറിന്റെ സ്ട്രക്ചർ സിമ്പിൾ ആയിട്ട് വരക്കുന്നത് എങ്ങനെയാ? ട്രയാങ്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക അല്ലേ? ഞാൻ വരക്കുന്നത് അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, ട്രൈ ചെയ്യുക. നമ്മൾ പണ്ടേ ബേസിക് ആയിട്ട് വരക്കുന്ന ഒരു സ്റ്റാറിന്റെ സ്ട്രക്ചർ അല്ലേ? ഇതിന് എത്ര സെന്റർ പോയിന്റ് ഉണ്ട്? ഒരു സെന്റർ പോയിന്റേ ഉള്ളൂ, പക്ഷെ എത്ര എൻഡ് പോയിന്റ്സ് ഉണ്ട്? എത്രയുണ്ട്? 6 എൻഡ് പോയിന്റ്സ് ഉണ്ടല്ലേ? അപ്പൊ ഈ സെൻട്രലായിട്ട് വരുന്ന ഏരിയയിൽ നമ്മൾ ആരെ പ്ലേസ് ചെയ്യും? നമ്മുടെ ഫാക്ട് ടേബിളിൽ അങ്ങ് പ്ലേസ് ചെയ്യും. ഈ ബാക്കി വരുന്ന ഈ എൻഡ് പോയിന്റ്സിൽ ആരെ പ്ലേസ് ചെയ്യും? നമ്മുടെ ഡിമെൻഷൻ ടേബിളിൽ അങ്ങ് പ്ലേസ് ചെയ്യും. അപ്പോൾ സെൻട്രലായിട്ട് ഫാക്ട് ടേബിളും അതിന് ചുറ്റും ഡിമെൻഷൻ ടേബിളും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ മോഡലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ സ്കീമ എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു സ്റ്റാർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതുകൊണ്ട് അതിനെന്ത് പേര് വന്നു? സ്റ്റാർ സ്കീമ എന്നുള്ള പേര് വന്നു. അപ്പൊ സ്റ്റാർ സ്കീമയിൽ ഏതൊക്കെ ടേബിൾസ് മാത്രമേ ഉണ്ടാവും? ഫാക്റ്റും ഡിമെൻഷനും മാത്രമേ ഉണ്ടാവും. അത് ഫാക്ട് ടേബിൾ എപ്പോഴും കറക്റ്റ് സെന്ററിൽ പ്ലേസ് ചെയ്യും. ആ ഫാക്ട് ടേബിളിന് ചുറ്റും അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡിമെൻഷൻ ടേബിളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന്റെ ഒരു സ്ട്രക്ചർ സ്റ്റാർ ലൈക്ക് വരുന്നത് കൊണ്ടാണ് അതിന് സ്റ്റാർ സ്കീമ എന്ന് കോൾ ചെയ്യുന്നതിന്റെ റീസൺ. ഇപ്പം 6 തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ 4 ആകാം, 5 ആകാം, 3 ആകാം, 10 ആകാം, 15 ആകാം, എത്രയായാലും പോകാം. പക്ഷെ സ്റ്റാർ സ്കീമിൽ ആരൊക്കെ മാത്രമേ ഉണ്ടാകും? ഫാക്ട് ടേബിളും ഡിമെൻഷൻ ടേബിളും മാത്രമേ ഉണ്ടാവും. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സെൻട്രലായിട്ട് ഫാക്ടും പ്ലേസ് ചെയ്യും, അതിന് ചുറ്റും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിമെൻഷൻ ടേബിൾസും പ്ലേസ് ചെയ്യും. അതിൽ ഫാക്ടും ഡിമെൻഷനും തമ്മിൽ കണക്ഷനും പോയിട്ടുണ്ടാവും കേട്ടോ, ഇതുപോലെ. സെൻട്രലായിട്ട് ഫാക്ട് ടേബിളും അതിന് ചുറ്റും
അതിനെ കണക്ട് ചെയ്യുന്ന ഡിമെൻഷൻ ടേബിളും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റ മോഡലിന്റെ കൺസെപ്റ്റ് വിളിക്കുന്ന പേരാണ് സ്റ്റാർ സ്കീമ മോഡലിംഗ് കൺസെപ്റ്റ്. സ്റ്റാർ സ്കീമ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ മോഡലിംഗ് കൺസെപ്റ്റും സ്റ്റാർ സ്കീമയായിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും സ്റ്റാർ സ്കീമ തന്നെയായിരിക്കും. എന്താ അതിനുള്ള റീസൺ ഉള്ളത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിൽ ഈ ഫാക്റ്റും ഡിമെൻഷൻ എങ്ങനെ കണക്ട് ചെയ്യാം? ഫാക്ടിൽ ആരുണ്ട്? സോറി, ഡിമെൻഷൻ ടേബിളിൽ ആരുണ്ട്? ആരുണ്ടാവും? പ്രൈമറി കീ ഉണ്ടാവും. ഫാക്ട് ടേബിളിൽ അതിന്റെ എക്സാക്ട് ആരുണ്ടാവും? ഫോറിൻ കീ ഉണ്ടാവും. ഡിമെൻഷൻ ടേബിളിലെ പ്രൈമറി കീ ടു ഫാക്ട് ടേബിളിലെ ഫോറിൻ കീ ആയിരിക്കും അവിടെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും ഏറ്റവും വളരെ സിമ്പിൾ കൺസ്ട്രക്ഷനാണ് ആർക്ക് വരുന്നത്? സ്റ്റാർ സ്കീമ മോഡൽ കേട്ടോ. എല്ലാവർക്കും ഈസിലി മനസ്സിലാകുന്നതും ഏറ്റവും വളരെ സിമ്പിൾ കൺസ്ട്രക്ഷൻ ആയിട്ട് വരുന്ന ഡാറ്റ മോഡലിംഗ് കൺസെപ്റ്റ് ആണ് സ്റ്റാർ സ്കീമ മോഡലിംഗ്. എല്ലാവരും ക്ലിയർ ആണ് എന്താണ് സ്റ്റാർ സ്കീമ എന്നുള്ളത്? ഇനി തൊട്ടടുത്ത് ആര് വരുന്നുണ്ട്? സ്നോഫ്ലേക്ക് സ്കീം. എന്താണ് സ്നോഫ്ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്നോഫ്ലേക്ക് എന്താ? മഞ്ഞുതുള്ളിയല്ലേ? മഞ്ഞുതുള്ളിന്റെ ഷേപ്പ് എല്ലാ മഞ്ഞുതുള്ളി ഒരേ ഷേപ്പിലായിരിക്കും? ഓരോന്നായിരിക്കും, ഓരോ രീതിയിലായിരിക്കും. പക്ഷെ എന്തായിരിക്കും, അത് തുടങ്ങുന്നത് എപ്പോഴും ഒരു പോയിന്റ് നിന്നായിരിക്കും. സെന്ററിൽ നിന്ന് ഒരു പോയിന്റ് തുടങ്ങിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, അത് ബ്രാഞ്ചസ് എത്ര വരെ പോകണമെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. ഹലോ ആ പറഞ്ഞോളൂ സന്ധി. സാർ, ഒരു സെക്കൻഡ് ഒന്ന് കട്ടായിരുന്നു. അപ്പൊ EMF എന്തായിട്ടേക്കണം? ഏതാ ക്ലിയർ ആയില്ല? ഒരു സെക്കൻഡ് ഒന്ന് കട്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ആ PMF ആയിട്ട് ഇട്ടേക്കണ എന്താന്ന് മനസ്സിലായില്ല. അത് ഡിമെൻഷൻ ടേബിളിൽ പ്രൈമറി കീ ഉണ്ടാവും, ഫാക്ട് ടേബിളിൽ ഫോറിൻ കീ ഉണ്ടാവും. അപ്പോൾ ആ പ്രൈമറി കീ ടു ഫോറിൻ കീ ആയിരിക്കും അവിടെ ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടാവും. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ അടുത്തതാണ് സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ മീനിങ് പോലെ തന്നെ സ്നോഫ്ലേക്ക് പോലെ ആയിരിക്കും. എന്തുണ്ടാവും? മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് പോകുന്നുണ്ടോ. സ്റ്റാർട്ടിങ് ചെറിയ രീതിയിൽ ഒരു സ്റ്റാർ സ്കീമ പോലെ തന്നെ ഉണ്ടാവും. സ്റ്റാർ സ്കീം എന്ന് വീണ്ടും ഒന്നുണ്ടാവും, സബ് ബ്രാഞ്ചസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഞാനൊന്ന് കാണിച്ചു തരാം. സെൻട്രൽ ആയിട്ട് ഒരു ഫാക്ട് ടേബിൾ ആയിരിക്കും എപ്പോഴും പ്ലേസ് ആവുക. ഫാക്ട് ടേബിളിൽ നിന്ന് ഒരു ഡിമെൻഷൻ ടേബിളിലോട്ട് കണക്ഷൻ പോകുന്നുണ്ടാവും. ഈ ഡിമെൻഷൻ ടേബിൾ വീണ്ടും സ്പ്ലിറ്റ് ആയിട്ട് അവിടെ നിന്നുണ്ടാവും മൾട്ടിപ്പിൾ സബ് ഡിമെൻഷൻ ടേബിൾസ് അവിടെ വരും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ചെറിയൊരു സ്ട്രക്ചർ വരക്കുന്നുള്ളൂ. ഇതൊരു ഫാക്ട് ടേബിൾ, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിമെൻഷൻ ടേബിൾ. ആ ഡിമെൻഷൻ ടേബിളിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ എന്തായി? മൾട്ടിപ്പിൾ ഡിമെൻഷൻ ടേബിൾ ആയി. ഓക്കെ, എന്താണ് ഈ മൾട്ടിപ്പിൾ ഡിമെൻഷൻ ടേബിൾ വരാനുള്ള റീസൺ എന്തായിരിക്കും? ഈ ഡിമെൻഷൻ ടേബിൾ എങ്ങനെ സ്പ്ലിറ്റ് ആയി സബ് ഡിമെൻഷൻ ടേബിൾ ആയി മാറും? എന്ത് ചെയ്യുന്നു? ഡിമെൻഷൻ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ഡിമെൻഷൻ ടേബിളിൽ നമ്മൾ എന്ത് ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും? ആ നോർമലൈസേഷൻ ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ഡിമെൻഷൻ ടേബിൾ എന്തായിട്ട് മാറും? മൾട്ടിപ്പിൾ ചെറിയ ടേബിൾ ആയിട്ട് മാറും. അതിനെ കോൾ ചെയ്യുന്ന പേരാണ് സബ് ഡിമെൻഷൻ ടേബിൾ എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഡിമെൻഷൻ ടേബിൾ നോർമലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് അത് ആരായിട്ട് മാറുക? സ്നോഫ്ലേക്ക് സ്കീം എന്നുള്ള കൺസെപ്റ്റോട്ട് പോവാം. സെൻട്രലായിട്ട് ഫാക്ട് ടേബിൾ തന്നെ ഉണ്ടാവും, അതിന് ചുറ്റും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഡിമെൻഷൻ ടേബിൾ ആയിരിക്കും. ഡിമെൻഷൻ ടേബിളിൽ വീണ്ടും നോർമലൈസേഷൻ ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ സബ് ഡിമെൻഷൻ ടേബിൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടി ഇംപ്ലിമെന്റ് ആവും. ഇനി ഇവിടുന്ന് വീണ്ടും സ്പ്ലിറ്റ് നടക്കും കേട്ടോ. സബ് ഡിമെൻഷൻ ടേബിളിൽ വീണ്ടും എന്തുണ്ടാവും? നോർമലൈസേഷൻ ചെയ്യും, അവിടുന്ന് വീണ്ടും എന്താവും? സ്പ്ലിറ്റിംഗ് പോകുന്നുണ്ടാവും. എന്ന് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്തത് മാത്രമേ ഉള്ളൂ. എല്ലാ ഡിമെൻഷൻ ടേബിളും എന്ത് ഇംപ്ലിമെന്റ് ചെയ്യും? നോർമലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ എല്ലാ കൺസെപ്റ്റും കംപ്ലീറ്റ് ആവുന്ന പ്രോസസ് എന്തെയും കണ്ടിന്യൂ ചെയ്ത് പോകും. ഇപ്പൊ എന്താവും? ഒരുപാട് സബ് ബ്രാഞ്ചസ് അവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അത് ഒരു ഡിമെൻഷൻ ടേബിൾ അല്ല, 5 ഡിമെൻഷൻ ടേബിൾ ഉണ്ടെങ്കിൽ 5 ഡിമെൻഷൻ ടേബിളും എന്ത് ഇംപ്ലിമെന്റ് ചെയ്യും? നോർമലൈസേഷൻ ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. പകുതിക്ക് വെച്ച് പിന്നെ സ്റ്റോപ്പ് ചെയ്യില്ല. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ആ ഒരു കൺസെപ്റ്റ് എൻറ്റയർലി കംപ്ലീറ്റ് ചെയ്തത് മാത്രമേ ആ ഒരു മോഡൽ അവിടെ കംപ്ലീറ്റ് ആവും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സ്നോഫ്ലേക്ക് സ്കീമ മോഡലിംഗ്. ഇപ്പോൾ സ്നോഫ്ലേക്കിൽ ഏതൊക്കെ ടേബിൾസ് ഉണ്ടാവും? ഫാക്റ്റും ഡിമെൻഷനും സബ് ഡിമെൻഷൻ ടേബിൾസും അവൈലബിൾ ആയിരിക്കും കേട്ടോ.
ഹലോ സാർ. സാർ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? നെറ്റ് ഒന്ന് പോയായിരുന്നു. അതായത് സ്നോഫ്ലെയർ സ്കീമ എന്ന് പറഞ്ഞാൽ സ്റ്റാർ സ്കീമ പോലെ തന്നെ സെന്ററിൽ ഫാക്ട് ടേബിൾ ഉണ്ടാവും. അതിന് ചുറ്റും അതിനെ കണക്ട് ചെയ്യുന്ന ഡിമെൻഷൻ ടേബിൾ ഉണ്ടാവും. ഡിമെൻഷൻ ടേബിളിൽ നമ്മൾ നോർമലൈസേഷൻ ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ഡിമെൻഷൻ ടേബിൾ റിഡൻഡൻസി ചെക്ക് ചെയ്യും. നല്ല റിഡൻഡൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൽ നോർമലൈസേഷൻ ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ഒരു ടേബിളിന്റെ അകത്ത് നോർമലൈസേഷൻ ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? അത് ടേബിൾ മൾട്ടിപ്പിൾ ടേബിൾ ആയിട്ട് സ്പ്ലിറ്റ് ആവും. നമ്മൾ ചെയ്യുന്ന സ്റ്റൈൽ പോലെ ഇരിക്കും. അപ്പോൾ അതിനെ കോൾ ചെയ്യുന്ന പേരാണ് സബ് ഡിമെൻഷൻ ടേബിൾ. ആ സബ് ഡിമെൻഷൻ ടേബിൾ വീണ്ടും റിഡൻഡൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും അതവിടെ സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടാവും. അവിടെ ഡിമെൻഷൻ ടേബിൾസ് ഉണ്ടാവും, സബ് ഡിമെൻഷൻ ടേബിൾസ് ഉണ്ടാവും. അത് എല്ലാ ഡിമെൻഷൻ ടേബിളും നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ആ ഒരു ടൈപ്പ് ഓഫ് സ്കീമ കുളിക്കുന്ന പേരാണ് സ്നോഫ്ലെയർ സ്കീമ ഡാറ്റ മോഡലിംഗ്. ക്ലിയർ ആയോ? ഓക്കെ സാർ. ഇപ്പോൾ സ്റ്റാർ സ്കീമയിൽ നോർമലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്തുള്ള ആക്ച്വലി ആയി സ്നോഫ്ലെയർ സ്കീമയാണ്. നമ്മളുടെ സ്നോഫ്ലെയർ സ്കീമയുടെ ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നതല്ലാതെ ഇവിടെ നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ ആരെ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളൂ? സ്റ്റാർ സ്കീമ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യും. സ്നോഫ്ലേക്കിലോട്ട് പോയി കഴിഞ്ഞാൽ അത് മാത്രം ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിട്ട് പഠിക്കാനുള്ള അത്രയും വാസ്റ്റായിട്ട് എന്താ അറിയണം? നോർമലൈസേഷൻ അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താ അറിയേണ്ടി വരും? ഒരുപാട് ടൈപ്പ് ഓഫ് കീസിന്റെ കൺസെപ്റ്റ് കൂടിയാണ്. പ്രൈമറി കീ, ഫോറിൻ കീ, സൂപ്പർ കീ, കമ്പോസ് കീ എന്നൊക്കെ പറഞ്ഞ് ഒരു 4-5 ടൈപ്പ് കീയുടെ കൺസെപ്റ്റ് കൂടും. അതിനുശേഷം നോർമലൈസേഷൻ എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കണം. 1NF അങ്ങനെ ചെയ്യാൻ, 2NF അങ്ങനെ ചെയ്യാൻ, 3NF, BCNF ഇതൊക്കെ ചെയ്ത് കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലായ ഒരാൾക്ക് എന്തിലോട്ട് വരാൻ പറ്റും? സ്നോഫ്ലെയർ സ്കീമ എന്നുള്ള കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറും ആയിരിക്കും. മനസ്സിലാക്കാൻ എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഡാറ്റ മോഡലിംഗ് കൺസെപ്റ്റ് ആണ് സ്നോഫ്ലെയർ സ്കീമ. എന്തുകൊണ്ട് എല്ലാവരും സ്റ്റാർ സ്കീമ പ്രിഫർ ചെയ്യാൻ ഇപ്പോൾ ഐഡിയ ഉണ്ടാവില്ല? എന്തുകൊണ്ടാണ്? അത് വളരെ സിമ്പിളുമാണ്, പെട്ടെന്ന് ക്രിയേറ്റും ചെയ്യാം, എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത് സ്നോഫ്ലെയർ സ്കീമ കിടക്കുന്നത്. അതുകൊണ്ട് അത്രയും റിക്വയർമെന്റ് വന്നാൽ മാത്രമേ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ ഒരു സ്നോഫ്ലെയർ സ്കീമ എന്ന കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും റിലേഷൻഷിപ്പ് പോകുന്നുണ്ടാവുക? ഡിമെൻഷൻ ടേബിളിൽ ആരുണ്ടാവും? സെയിം പ്രൈമറി കീ ഉണ്ടാവും. ഫാക്ട് ടേബിൾ ആരുണ്ടാവും? ഫോറിൻ കീ ഉണ്ടാവും. ഓക്കെ. ഇനി ഡിമെൻഷനും സബ് ഡിമെൻഷനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ പോകുന്നുണ്ടാവും? സബ് ഡിമെൻഷൻ ടേബിളിൽ ആരുണ്ടാവും? ചെറുതായിട്ട് ഇത് ഫാക്ട് ഇത് ഡിമെൻഷൻ ആയിട്ട് എടുത്താൽ മതി. ഇവിടെ ആരുണ്ടാവും? ഇവിടെ പ്രൈമറി കീ ഉണ്ടാവും, ഇവിടെ അവിടെ ആരുണ്ടാവും? പ്രൈമറി കീ അവിടെ ഫോറിൻ കീ ഉണ്ടാവും. ഇവിടെയും പ്രൈമറി കീ ഉണ്ടാവും, ഇവിടെ ആരുണ്ടാവും? ഇവിടെയും ഫോറിൻ കീ ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പൊ ഫോറിൻ കീസ് എണ്ണം കമ്പാരിറ്റീവ്ലി കൂടുതൽ എവിടെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? സ്റ്റാർ സ്കീമയിലാണോ സ്നോഫ്ലെയർ സ്കീമയിലാണോ? എവിടെയായിരിക്കും? സ്നോഫ്ലെയർ സ്കീമയിലായിരിക്കും ഫോറിൻ കീസ് എണ്ണം കമ്പാരിറ്റീവ്ലി കൂടുതലായിട്ടുണ്ടാവും. ഹൈ ഡാറ്റ റിഡൻസിയുള്ള മോഡൽ ഏതായിരിക്കും? ഡാറ്റ റിഡൻസി വളരെ ഹൈ ആയിട്ടുള്ള മോഡൽ ഏതായിരിക്കും? സ്റ്റാർ സ്കീമയാണോ സ്നോഫ്ലേക്ക് ആണോ? ഡാറ്റ റിഡൻസി വളരെ ഹൈ സ്റ്റാർ ആയിട്ടുള്ള ഡാറ്റ ഏതായിരിക്കും? സ്റ്റാർ സ്റ്റാർ സ്കീം ആയിരിക്കും. എന്തുകൊണ്ടാ? സ്റ്റാർ സ്കീമിൽ ഒരിക്കലും ഇവിടെ നോർമലൈസേഷൻ. നോർമലൈസേഷൻ ചെയ്യുന്നുണ്ട്. സ്നോഫ്ലേക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിമെൻഷൻ ടേബിളിനെയും നോർമലൈസേഷൻ ചെയ്യുന്നുണ്ട്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യുക. ഇപ്പൊ സ്റ്റാർ സ്കീമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്നോഫ്ലെയർ സ്കീമയിൽ എന്തായിരിക്കും? ഡാറ്റ റിഡൻഡൻസി വളരെ റെഡ്യൂസ് ആയിരിക്കും. സ്റ്റാർ സ്കീമിൽ അത് വളരെ ഹൈ ആയിരിക്കും, സ്നോഫ്ലേക്കിൽ അത് വളരെ കുറവായിരിക്കും. ഇനി നോർമലൈസ് ചെയ്ത ഡാറ്റ എവിടെ ഉണ്ടാവുക? സ്റ്റാർ സ്കീമയിലാണോ സ്നോഫ്ലെയർ സ്കീമയിലാണോ?
സ്നോഫ്ലേക്കിലായിരിക്കും നോർമലൈസ് ചെയ്ത ഡാറ്റാസ് ഉണ്ടാവാം. സ്റ്റാറിൽ എന്താണ് നോർമലൈസ് ചെയ്യാത്ത ഡീനോർമലൈസ്ഡ് ഡാറ്റാസ് ആയിരിക്കും കൂടുതലും സ്റ്റാർ സ്കീമിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണല്ലോ അവർക്ക്? ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ എപ്പോഴും അനാലിസിസ് ചെയ്ത് ടേബിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുക. അനാലിസിസ് എപ്പോഴും ആരായിരിക്കും ഫാക്ട് ടേബിളിനെ ബേസ് ചെയ്ത് നമ്മൾ മെയിൻ ആയിട്ട് അനാലിസിസ് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാക്ട് ടേബിൾ. ഇതായിരിക്കും നമ്മൾ മുഴുവൻ അനാലിസിസ് ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, അപ്പോൾ ഫാക്ട് ടേബിളിലോട്ട് കൂടുതൽ ഇൻഫോർമേഷൻ വേണം നമ്മൾ എവിടുന്ന് കോൾ ചെയ്യുക. ഡിമെൻഷൻ ടേബിളിൽ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങോട്ട് ഡാറ്റാസിന് കോൾ ചെയ്യും. അവിടെ ബേസിക്കലി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്തായിരിക്കും, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ടേബിളിൽ എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ ഇങ്ങോട്ട് കോൾ ചെയ്യണം. അതിന് ഏത് ടെക്നിക്ക് യൂസ് ചെയ്യാം, ജോയിൻസിന്റെ ടെക്നിക്കായിരിക്കും യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ക്വറി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇവിടുന്ന് വാല്യൂസിന് ഇങ്ങോട്ട് കോൾ ചെയ്യണമെങ്കിൽ ജോയിൻസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ വളരെ ഫ്യൂവർ ജോയിൻസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും, സ്റ്റാർ സ്കീമിലാണോ സ്നോഫ്ലേക്ക് സ്കീമിലാണോ? സ്റ്റാർ എന്തായിരിക്കും, സ്റ്റാറിലായിരിക്കും. എന്തുകൊണ്ടാ, സ്നോഫ്ലേക്കിലാവുമ്പോൾ സബ് ടേബിൾസ് ഇതായിരിക്കും, കൂടുതലുണ്ട്. യെസ്, ഇതായിരിക്കും ഫാക്ട്. ഇതിലോട്ട് ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പൊ എന്തായി, നമ്പർ ഓഫ് ജോയിൻസ് അവിടെ ഇൻക്രീസ് ആവും. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ജസ്റ്റ് ഫാക്ട് കഴിഞ്ഞാൽ പിന്നെ ഡിമെൻഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായി, നമ്പർ ഓഫ് ജോയിൻസിന്റെ കൺസെപ്റ്റ് അവിടെ റെഡ്യൂസ് ആയിരിക്കും. അതുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തായിരിക്കും, നമ്മൾ ഇവിടെ ഒരു ക്വറി റൺ ചെയ്യുകയാണ്, അതായത് ഒരു എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്തു, ആ എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ ആയിരിക്കും അത് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. സ്റ്റാർ ടൈം സ്കീമിലാണ് കുറവായിരിക്കും. സ്നോഫ്ലേക്കിലായിരിക്കും സ്റ്റാറിൽ അത് വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യും. എന്തുകൊണ്ടാ, ഇവിടുന്ന് മാത്രമേ വാല്യൂസിന് എടുക്കാനാണ്. സ്നോഫ്ലേക്കിലാകുമ്പോഴോ ഇവിടുന്ന് എടുത്ത് അത് ഇവിടെ എത്തി അത് ഇങ്ങോട്ട് കൊടുത്താകുമ്പോഴേക്കും എന്താവും, കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ടൈം കൂടുതലാണ്. ഇപ്പോൾ ക്വറി എക്സിക്യൂഷൻ ടൈം ഏറ്റവും കുറവായിട്ടുള്ളത് എവിടെയായിരിക്കും, സ്റ്റാർ സ്കീമിലായിരിക്കും. സ്നോഫ്ലേക്കിൽ കമ്പാരിറ്റീവ്ലി ക്വറി എക്സിക്യൂഷൻ ടൈം കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? ഇത് ക്വറി എക്സിക്യൂഷൻ ടൈം. ക്വറി എക്സിക്യൂഷൻ ടൈം എപ്പോഴും കമ്പാരിറ്റീവ്ലി കുറവായിട്ട് വരുന്നത് എവിടെയായിരിക്കും, സ്റ്റാർ സ്കീമിലായിരിക്കും. സ്നോഫ്ലേക്ക് സ്കീമിൽ കമ്പയർ ചെയ്യുമ്പോൾ ക്വറി എക്സിക്യൂഷൻ ടൈം കൂടുതലായിരിക്കും. ആ ഒരു പോയിന്റ് എല്ലാവരും ക്ലിയർ ആണോ, ക്വറി എക്സിക്യൂഷൻ ടൈം? ഇനി ക്വറി എക്സിക്യൂഷൻ ടൈം വെച്ച് നമുക്ക് അടുത്തൊരു പോയിന്റ് പറയാം. നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, വിഷ്വൽസ് അല്ലെങ്കിൽ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പെർഫോമൻസ് ഏറ്റവും കൂടുതലായിട്ട് തരുന്ന മോഡൽ ആരായിരിക്കും, ജസ്റ്റ് അറിയുന്നുണ്ടോ, ആരാണ് എത്രയും പെട്ടെന്ന് ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന്റെ പെർഫോമൻസ് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും. ഇപ്പൊ സ്റ്റാർ സ്കീമിയുടെ പെർഫോമൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്പാരിറ്റീവ്ലി ഹൈ. കമ്പയർ ചെയ്യുമ്പോൾ മറ്റാളുടെ പെർഫോമൻസ് എന്തായിരിക്കും, കുറവായിരിക്കും. കുറവാനുള്ള റീസൺ എന്താ, അവിടെ നമ്പർ ഓഫ് ജോയിൻസ് കൂടും, ഇപ്പൊ ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമും കൂടും. ഇപ്പൊ എന്തായാലും പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി കുറയുന്നുണ്ടാവും. അപ്പോൾ നല്ല പെർഫോമൻസിൽ റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് മോഡലാണ് സ്റ്റാർ സ്കീം. സ്നോഫ്ലേക്ക് സ്കീം എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി പെർഫോമൻസ് ഒന്ന് കുറവായിരിക്കും. പെർഫോമൻസ് ആണ് മെയിൻ ടാർഗറ്റ് എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് സ്റ്റാർ സ്കീം. അതല്ല സ്നോഫ്ലേക്ക് സ്കീമാണ്, നോർമലൈസേഷന്റെ കൺസെപ്റ്റ് മെയിൻ ആയിട്ട് വേണമെങ്കിൽ സ്നോഫ്ലേക്ക് സ്കീമിലോട്ട് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അത് എത്ര പോയിന്റായി, അതിന്റെ ബേസിക് സ്ട്രക്ചർ. ഏറ്റവും സിമ്പിൾ സ്ട്രക്ചർ ആർക്കാ വരുന്നത്, സ്റ്റാർ സ്കീമോ സ്നോഫ്ലേക്ക് എന്താണ്, കമ്പാരിറ്റീവ്ലി കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. ഇനി അതിന്റെ കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാവുന്ന സ്ട്രക്ചർ ആയിരിക്കും, സ്റ്റാർ സ്കീമ സ്നോഫ്ലേക്ക് കമ്പാരിറ്റീവ്ലി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഫോറിൻ കീസ്, എവിടെയായിരിക്കും ഫോറിൻ കീസ് എണ്ണം കൂടുതലായിട്ട് ഉണ്ടാവുക, സ്നോഫ്ലേക്കിലായിരിക്കും. സ്റ്റാർ സ്കീമിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി ഹൈ ഡാറ്റ റിഡൻഡൻസി എവിടെയായിരിക്കും, സ്റ്റാർ സ്കീമിൽ ഡാറ്റ റിഡൻഡൻസി ഹൈ ആയിരിക്കും, സ്നോഫ്ലേക്ക് സ്കീമിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി നോർമലൈസേഷൻ ടെക്നിക് എവിടെ യൂസ് ചെയ്യുന്നത്, സ്നോഫ്ലേക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്, സ്റ്റാർ സ്കീമിലെ ഡിമെൻഷൻ ടേബിളിൽ എന്ത് യൂസ് ചെയ്യുന്നില്ല, നോർമലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എന്താണ് ക്വറി എക്സിക്യൂഷൻ ടൈം, ഇവിടെയാണ് ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. സ്റ്റാർ സ്കീമിൽ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും, സ്നോഫ്ലേക്ക് എന്താണ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും.
അതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാം, പെർഫോമൻസ് ചെക്ക് ചെയ്യാം. പെർഫോമൻസ് എവിടെയായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക? സ്റ്റാർ സ്കീമ മോഡൽസിനായിരിക്കും സ്നോഫ്ലേക്കിന് പെർഫോമൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ സ്നോഫ്ലേക്ക് സ്കീം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? അത്രയും ഹൈ ലെവൽ റിക്വയർമെന്റ്, അതായത് നോർമലൈസേഷൻ റിക്വയർമെന്റ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്യാം? സ്നോഫ്ലേക്ക് സ്കീമ. അതായത് ഡാറ്റ ഇന്റഗ്രിറ്റി ഹൈ ആയിരിക്കണം, ഡാറ്റ ആക്യുറേറ്റ് ആയിരിക്കണം, പിന്നെ എന്താണ് മെമ്മറി സ്റ്റോറേജ് ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്യണം. ഇതൊക്കെയാണ് ആക്ച്വലി ആരുടെ അഡ്വാൻറ്റേജസ്? നോർമലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പ്രിഫറൻസ് എങ്കിൽ നമ്മൾ എപ്പോഴും ആരിലോട്ട് ഫോളോ ചെയ്യേണ്ടി വരും? സ്നോഫ്ലേക്ക് സ്കീമിലോട്ട് ഫോളോ ചെയ്യേണ്ടി വരും. അല്ല പെർഫോമൻസ് മാത്രമാണ് മെയിൻ ഓപ്ഷൻ എങ്കിൽ ഏത് ചൂസ് ചെയ്താൽ മതി? സ്റ്റാർ സ്കീമ ചൂസ് ചെയ്താൽ മതി. അത് ഡാറ്റ ഇന്റഗ്രിറ്റി, ഡാറ്റ കൺസിസ്റ്റൻസി, ഡാറ്റ ആക്യുറസി, സ്റ്റോറേജ് സ്പേസ് ഒപ്റ്റിമൈസേഷൻ, ഇതൊക്കെയാണ് മെയിൻ കൺസേൺ എങ്കിൽ നമ്മൾ എങ്ങോട്ട് തന്നെ മൂവ് ചെയ്യേണ്ടി വരും? സ്നോഫ്ലേക്ക് സ്കീം. അതായത് പെർഫോമൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിൽ അത് ആരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ? സ്നോഫ്ലേക്ക് സ്കീം. ഇനി അല്ല പെർഫോമൻസ് ആണ് ഹൈ ലെവൽ ഇമ്പോർട്ടൻസ് എങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആണ് സ്റ്റാർ സ്കീമ. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ എന്തിലോട്ട് ഫോളോ ചെയ്യുന്നത്? സ്റ്റാർ സ്കീമ സ്ട്രക്ചറിലോട്ട് തന്നെ ഫോളോ ചെയ്യുന്നത് റീസൺ. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവർക്കും സ്റ്റാറും സ്നോഫ്ലേക്കിന്റെയും കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആയവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്. സ്റ്റാറിന്റെയും സ്നോഫ്ലേക്ക് സ്കീമിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത്. അനന്ത്, ജോഷി, നിക്കോൾ, എവിടെ മനസ്സിലാവാത്ത? ഓഫ്ലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ഇനി ഇവിടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാർ സ്കീം ആയാലും സ്നോഫ്ലേക്ക് ആയാലും ഫാക്ട് ടേബിളും ഡിമെൻഷൻ ടേബിളും എന്ത് ചെയ്യണം? അവിടെ കണക്ട് ചെയ്യണത്. എങ്ങനെ കണക്ഷൻ പോകുന്നുണ്ടാവുക? ഇപ്പൊ ഫാക്റ്റും ഇത് ഡിമെൻഷനും എങ്ങനെയും കണക്ഷൻ പോകുന്നുണ്ടാവുക. ഇത് ഡിമെൻഷനും ഇത് ഫാക്ട് എങ്ങനെയും കണക്ഷൻ പോകുന്നുണ്ടാവുക തമ്മിൽ? ഡിമെൻഷൻ ടേബിൾ ടു ഫാക്ട്. ഡിമെൻഷൻ ടേബിൾ ആരുണ്ടോ? ഡിമെൻഷൻ ടേബിൾ ആരുണ്ടോ? പ്രൈമറിക്ക് ഉണ്ടാവും. ഫാക്ട് ടേബിൾ ആരുണ്ടോ? ഫോറിൻ കീ ഉണ്ടാവും. ഈ രണ്ട് ടേബിളും റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പോഴും ആരായിരിക്കും? ഈ പ്രൈമറി കീ വരുന്ന കോളവും ഫോറിൻ കീ വരുന്ന കോളംസ് തമ്മിലായിരിക്കും ടേബിൾ തമ്മിൽ റിലേഷൻഷിപ്പ് ചെയ്യുക. അല്ലാണ്ട് എൻറ്റയർ ടേബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോകുന്നത് അതിൻ്റെ അകത്തിലെ രണ്ട് കോളം തമ്മിലായിരിക്കും എന്ത് ചെയ്യുക? റിലേഷൻഷിപ്പ് പോകുന്നത്. ഇവിടുത്തെ ഈ ഒരു കോളവും ഇവിടുത്തെ ഈ ഒരു കോളം തമ്മിലാണ് നമ്മൾ എപ്പോഴും റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് കോളത്തിനെയും ഡാറ്റ ടൈപ്പ് എക്സാക്ട്ലി സെയിം ആയിരിക്കണം. പേര് സെയിം ആകണമെന്നൊന്നുമില്ല, പേര് ഡിഫറെന്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ഡാറ്റ ടൈപ്പ് എപ്പോഴും എന്തായിരിക്കണം? എക്സാക്ട്ലി സെയിം ആയിരിക്കും. പിന്നെ രണ്ടിലെയും കണ്ടന്റ്സും സെയിം ആയിരിക്കണം കേട്ടോ. ചിലപ്പോൾ പേര് സെയിം ആയിരിക്കും, ചിലപ്പോൾ അപ്പുറത്തിപ്പുറത്ത് കണ്ടന്റ് ഡിഫറെന്റ് ആണെങ്കിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ആകും, പക്ഷെ ഒന്നും ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിലെ കണ്ടന്റ്സും മാക്സിമം മാച്ചിങ് ആയിട്ടുള്ള കണ്ടന്റ്സ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്ത് പറഞ്ഞേ? ഡാറ്റ ടൈപ്പ് എക്സാക്ട്ലി സെയിം ആണെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടുത്തെ പ്രൈമറി കീ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ഫോറിൻ കീ എന്തായിരിക്കണം? ടെക്സ്റ്റ് ആയിരിക്കും. ഇത് ഡേറ്റ് ആണെങ്കിൽ ഇപ്പുറത്തെ വരുമ്പോൾ അതും എന്തായിരിക്കണം? സെയിം ഡാറ്റ ടൈപ്പ് തന്നെ ആയിരിക്കും. ഇപ്പോൾ കോളംസ് തമ്മിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇനി ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫോക്കസ് ചെയ്യാനുണ്ട് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മളിവിടെ ഒരു ടേം യൂസ് ചെയ്യും. ഇവിടെ എന്തിന്റെ ബേസിലുള്ള റിലേഷൻഷിപ്പ് പോകുന്നത്? ഇവിടുത്തെ റോയിൽ നിന്ന് ഇവിടുത്തെ റോസിലോട്ടായിരിക്കും കണക്ഷൻ പോകുന്നുണ്ടാവുക. അത് കോളത്തിൽ നിന്നുണ്ടാവും മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവില്ലേ? ഇവിടെയും മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവും, ഇവിടുത്തെ കോളത്തിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടാവും. ഇവിടുത്തെ കോളത്തിൽ ഒരു വാല്യൂവിൽ നിന്ന് എന്തായിരിക്കും? ഇവിടുത്തെ കോളത്തിലെ മറ്റൊരു വാല്യൂയിലോട്ടായിരിക്കും റിലേഷൻ ആക്ച്വലി പോകുന്നുണ്ടാവുക. അതിന്റെ ഗ്രാനുലാരിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്ത് ആ റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ടേം യൂസ് ചെയ്യും. ആ ടേമിന്റെ പേരാണ് കാർഡിനാലിറ്റി.
അതായത് ആ രണ്ട് ടേബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ടേമിന്റെ പേരാണ് കാർഡിനാലിറ്റി. ഈ ഒരു ടേം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? കാർഡിനാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ടേം ആണ്, മറന്നു പോകരുത്. 4 ടൈപ്പ് ഓഫ് കാർഡിനാലിറ്റീസ് ആണ് പവർ ബിയുടെ അകത്തുള്ളത്. ആ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലർ ആയിരിക്കും. ഫസ്റ്റ് കാർഡിനാലിറ്റി ആണ് 1 to many. ഈ ഒരു പേര് എവിടെയും കേട്ടിട്ടുണ്ടോ? ഇത് കേൾക്കാൻ ചാൻസ് ഉണ്ടാവും. കാർഡിനാലിറ്റിയുടെ ടേം ആയിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് ചിലപ്പോൾ കേൾക്കുക. എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് കാർഡിനാലിറ്റി ആണ് 1 to many. അത് ഇൻഡിക്കേറ്റ് ചെയ്യുക 1 ഈസ് ടു സ്റ്റാർ എന്നാണ് പവർ ബിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുക. 1 ഈസ് ടു സ്റ്റാർ. സെക്കൻഡ് കാർഡിനാലിറ്റി എന്താ? മെനി ടു Many to 1. one. യെസ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർ ഈസ് ടു 1. തേർഡ് കാർഡിനാലിറ്റി ഏതാ? Many to many. 1 to 1 ഉണ്ട്, മെനി ടു. തേർഡ് വൺ ഞാനിവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 to 1. ഇൻഡിക്കേഷൻ എന്തായിരിക്കും? 1 ഈസ് ടു 1. ഫോർത്ത് വൺ എന്തായിരിക്കും? പറഞ്ഞ പോലെ തന്നെ മെനി ടു മെനി. ഇതാണ് 4 ടൈപ്പ് ഓഫ് കാർഡിനാലിറ്റീസ്. 1 to many, many to 1, 1 to 1, many to many. So the many to many 1 is to star is to star ആണ്. നിങ്ങൾ ഇയർ ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ടേംസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഡയമണ്ട് ഷേപ്പ് കണ്ടിട്ടില്ലേ? ഈ ഡയമണ്ട് ഷേപ്പ് എന്തിനാ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? റിലേഷൻഷിപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയമണ്ട് ഷേപ്പ് അവിടെ. അപ്പൊ അവിടെയും കാർഡിനാലിറ്റി ആയിരിക്കും അതിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. ഏത് കാർഡിനാലിറ്റിയിലാണ് ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 4 കാർഡിനാലിറ്റി യൂസ് ചെയ്യും. 1 to many, many to 1, 1 to 1, many to many. ഇതിൽ പ്രൈമറി കീയും ഫോറിൻ കീയും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ ഏത് കാർഡിനാലിറ്റി ആയിരിക്കും? പ്രൈമറി കീയും ഫോറിൻ കീയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതിൽ ഏത് കാർഡിനാലിറ്റി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാം? 1 to 1. 1 to 1 അല്ല, അതായിരിക്കും 1 to many എന്ന് പറയുന്ന കൺസെപ്റ്റ്. Many. പ്രൈമറി കീ ടു ഫാക്ട് എന്താണ്? ഫോറിൻ കീ ആണെങ്കിൽ 1 to many ആയിരിക്കും. ഇനി ഫോറിൻ കീ ടു പ്രൈമറി കീ ആണെങ്കിൽ എന്തായിരിക്കും? മെനി ടു 1 ആയിരിക്കും. അപ്പോൾ കാർഡിനാലിറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഏത് ടേബിളിൽ നിന്ന് ഏത് ടേബിളിലോട്ട്, ഫ്രം ടേബിൾ ടു ടേബിൾ കറക്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം ഡിമെൻഷൻ ടേബിളിൽ നിന്ന് ഫാക്ട് ടേബിളിലോട്ടാണെങ്കിൽ എന്തായിരിക്കും? 1 to many ആയിരിക്കും. ഫാക്ട് ടേബിളിൽ നിന്ന് ഡിമെൻഷൻ ടേബിളിലോട്ടാണെങ്കിൽ എന്തായിരിക്കും? മെനി ടു 1 എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആയിരിക്കും. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണ് 1 to many എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ മാത്സിൽ പഠിച്ച കൺസെപ്റ്റ് ആയിരിക്കും. സെറ്റ് ഓപ്പറേഷൻസിൽ ഇത് പ്രൈമറി കീ വരുന്ന കോളം, ഇത് ഫോറിൻ കീ വരുന്ന കോളം. ഓക്കെ, മുകളിൽ ഡിനോട്ട് ചെയ്യാം. ഇത് പ്രൈമറി കീ വരുന്ന കോളം, അതായത് ഡിമെൻഷൻ ടേബിളിലെ കോളം. ഇത് ഫാക്ട് ടേബിളിലെ ഫോറിൻ കീ വരുന്ന കോളം. പ്രൈമറി കീയിൽ എന്തായിരിക്കും? ഒരു വാല്യൂ ഒരു തവണ മാത്രമേ ഉണ്ടാവും. ഇവിടെ എ എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ ഒരൊറ്റ റോയിൽ മാത്രമേ ഉണ്ടാവും. ബിയോ, ബി എന്ന് വന്നാൽ ബി ഒരൊറ്റ റോയിൽ ഉണ്ടാവും. സി വന്നു കഴിഞ്ഞാൽ സി ഒരൊറ്റ റോയിൽ മാത്രമേ ഉണ്ടാവും. പക്ഷെ അതിന്റെ അപ്പുറത്ത് വരുന്ന ഫോറിൻ കീയിൽ അങ്ങനെ ആയിരിക്കുമോ? ഏതിനെന്താവും? മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ആകാറേ. ഇവിടെ എ ഒരു 4 തവണ റിപ്പീറ്റായി, ഒരു 5 തവണ റിപ്പീറ്റായി, ബി ഒരു 2 തവണ റിപ്പീറ്റായി, സി ഒരു 2 തവണ റിപ്പീറ്റായി. ഓക്കെ, നമ്മൾ ആരൊക്കെ തമ്മിലേക്ക് റിലേഷൻഷിപ്പ് പോവാം? ആരൊക്കെ തമ്മിലായിരിക്കും? പ്രൈമറി കീയും ഫോറിൻ കീയും. ഓക്കെ, അപ്പോൾ ഇവ തമ്മിലിവിടെ റിലേഷൻഷിപ്പ് പോകുമ്പോൾ എന്താവും? ഇതിലെ ഓരോ റോയും തമ്മിൽ അപ്പുറത്ത് കണക്ട് ആവുന്നുണ്ടാവും. എങ്ങനെയായിരിക്കും? ഈ എയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകും, ഈ ഒരു എയിലോട്ട് കണക്ഷൻ പോകും. കംപ്ലീറ്റ് ആയോ? ഇല്ല, ഇവിടുന്ന് ഇങ്ങോട്ടും ഇതേ ഇതിൽ നിന്ന് ഇതിലോട്ടും ശരി, ഇതിൽ നിന്ന് ഇതിലോട്ടും, ഇതിൽ നിന്ന് ഇതിലോട്ടും ശരി. അപ്പൊ എന്തായി? ഇവിടുത്തെ ഒരു സിംഗിൾ റോയിൽ നിന്ന് ഇവിടുത്തെ എത്ര റോസിലോട്ട് പോയി? മൾട്ടിപ്പിൾ റോസിലോട്ട് പോയി. ആ ഒരു കൺസെപ്റ്റ് വിളിക്കുന്ന പേരാണ് 1 to many എന്ന് പറയുന്ന കാരണം. അതായത് ഇവിടുത്തെ ഈ ഒരു സിംഗിൾ റോയിൽ നിന്ന് ഇവിടുത്തെ മൾട്ടിപ്പിൾ റോസിലോട്ട് കണക്ഷൻ പോയാണ്. ഇതാണ് 1 to many എന്ന് പറയുന്ന കാർഡിനാലിറ്റി. 1 to
മെനി. അത് പ്രൈമറി കീ ടു ഫോറിൻ കീ ആണെങ്കിൽ എപ്പോഴും 1 to മെനി ആയിരിക്കും. ഇനി ഫോറിൻ കീ ടു പ്രൈമറി കീ ആണെങ്കിൽ എന്തായിരിക്കും? അത് മെനി ടു 1 ആയിരിക്കും. മെനിയിൽ നിന്ന് 1 എണ്ണം അങ്ങോട്ട് കൊണ്ട് തലതിരിച്ചിട്ടാൽ കാര്യമായി. ലെഫ്റ്റ് ജോയിനും റൈറ്റ് ജോയിനും ഒക്കെ പഠിച്ചത് അതേപോലെ തന്നെ. അതുകൊണ്ട് കാർഡിനാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ഇൻക്ലൂഡ് ചെയ്യണം? ഫ്രം ടേബിളും ടു ടേബിളും കറക്റ്റ് പറഞ്ഞിട്ടുണ്ടാവണം. ഏത് ടേബിളിൽ നിന്ന് ഏത് ടേബിളിലോട്ട്. ഇത് മുമ്പ് മാത്സിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇതുപോലെ ഓവൽ ഷേപ്പ് ഒക്കെ വരച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവില്ലേ? അതേ കൺസെപ്റ്റ്. ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? 1 to മെനിയും മെനി ടു 1ഉം? ഇനി 1 to 1ഉം മെനി ടു മെനിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. 1 to 1 നമ്മൾ പിന്നീട് യൂസ് ചെയ്യും. പക്ഷെ മെനി ടു മെനി എന്താണ്? ഒരിക്കലും യൂസ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് കാർഡിനാലിറ്റി ആണ്. ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതാണ് മെനി ടു മെനി. ജസ്റ്റ് മെനി ടു മെനി എങ്ങനെയായിരിക്കും ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അവിടെ പ്രൈമറിക്ക് ഫോറിൻ കീ കൺസെപ്റ്റ് ഉണ്ടാവുമോ? ഒന്നുമില്ല. 2 ടേബിളിലെയും 2 കോളംസ്. എ ഒരു തവണ എനിക്ക് എ ഉണ്ടാവുക. എന്താണ്? പ്രൈമറി കീ എന്നല്ലാത്തതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ ഇവിടെ എ ഉണ്ട്. ഇതേ ഇപ്പുറത്തും ഇവിടെ നിന്നുണ്ടാവും. ഇവിടെയും മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടാവും. എ എങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് പോവാം? എങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടാവും? ഇവിടുന്ന് ഈ എയിലോട്ട് മാത്രമായിരിക്കുമോ? അല്ല, ഈ എയിലോട്ട് മൂന്ന്. ഇവിടുന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇല്ല. എന്തോ ഇതിൽ നിന്ന് ഇതിലോട്ടൊരു പോക്കുണ്ടാവില്ല. ഇതിൽ നിന്ന് ഇതിലോട്ടൊരു പോക്കുണ്ടാവും. ഇങ്ങോട്ടൊരു കംപ്ലീറ്റ് ആയോ? ഇനി എന്ത് കൊണ്ടുവരും? ഈ ഒരു എയോടെ ഉണ്ടല്ലേ, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കംപ്ലീറ്റ് ആയോ? എന്ത് ചെയ്യും? ഈ എന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യല്ലേ എല്ലാത്തിലും. എങ്ങനെയുണ്ട്? മെനി ടു മെനി. ഇവിടുത്തെ മെനി റോയിൽ നിന്ന് ഇവിടുത്തെ മെനി റോസിലോട്ട്. എങ്ങനെയുണ്ട്? ഇതിന്റെ ഇഷ്യൂ എന്താ? ഉം? എങ്ങനെ കോംപ്ലക്സ് ആവുന്നത്? എന്തായിരിക്കും? ഇതിന് ആക്ച്വലി ഒരു എക്സിറ്റ് ഇല്ല. ഇവിടെ കയറി എന്തായി? ഇവിടുന്ന് കയറുന്നവർക്ക് എന്തായി? ഇവിടെ കറക്റ്റ് ഇറങ്ങാനൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ പോവാം. പക്ഷെ ഇവിടെ എങ്ങനെയാണോ? ഇവിടുന്ന് ഒരാൾ ഇതിന്റെ അകത്ത് കയറിയാൽ പിന്നെ ആൾക്ക് എക്സിറ്റ് ഇല്ല. ഒരു സർക്കിളിന്റെ അകത്ത് കയറിയ പോലെ, ഒരു ലൂപ്പിന്റെ അകത്ത് പെട്ട അവസ്ഥയാണ്. അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന കൊറിയൊക്കെ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവും? കൊറിക്കൊല്ലത് മനസ്സിലാവുമോ? ഇല്ല. അത് ഒരു ക്രിസ്റ്റൽ ക്ലിയർ അല്ലാത്ത വാല്യൂസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ടാവുക? ഔട്ട്പുട്ട് തരാൻ പോകുന്നുണ്ടാവും. ഒരു ആംബിഗ്യസ് റിലേഷൻഷിപ്പ് എന്നാ കുറിച്ച് ഒരു വ്യക്തത ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആണ് ആക്ച്വലി അത് മെനി ടു മെനി. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് കാർഡിനാലിറ്റി ആണ്. ഇതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന 2-3 ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചെക്ക് ചെയ്തിട്ട് വരും കേട്ടോ. എന്താണ് മെനി ടു മെനി എന്നും മെനി ടു മെനി ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻസും ആ ലിമിറ്റേഷൻ എങ്ങനെ ഓവർകം ചെയ്യാം, അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരും. 1 to മെനി ഓക്കെ എന്നുള്ള ഒരാളാണ്, അത്ര പ്രശ്നക്കാരനൊന്നല്ല. പക്ഷെ 1 to മെനി നമുക്ക് ചില സമയങ്ങൾ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതും എങ്ങനെയാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകും. പക്ഷെ മെനി ടു മെനി അങ്ങനെയല്ല, അത് വലിയ പ്രശ്നക്കാരനാണ്. അപ്പൊ പ്രശ്നമാകാനുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്?
അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നാളെ വരുമ്പോഴേക്കും നോക്കിയിട്ട് വരുമോ. ഏറ്റവും നല്ല കാർഡിനാലിറ്റി എപ്പോൾ വരായിരിക്കും? 1 to മെനിയും മെനി to 1 ആയിരിക്കും. അത് ഒരു നല്ല റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു നല്ല മോഡലിൽ ഏറ്റവും കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളത് എപ്പോഴും അവരായിരിക്കും 1 to മെനിയും മെനി to 1 ആയിരിക്കും. എന്തുകൊണ്ടാ? ടേബിളിനകത്ത് പ്രൈമറി കീയും ഫോറിൻ കീയും പ്രോപ്പർലി ഡിഫൈൻ ചെയ്ത ഡാറ്റാബേസ് ആണെങ്കിൽ എന്തായിരിക്കും? ഫാക്ടറും ഡിമെൻഷനും ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? പ്രൈമറി കീ ടു ഫോറിൻ കീ എപ്പോഴായിരിക്കും? 1 to മെനി. ഇനി ഫോറിൻ കീ ടു പ്രൈമറി കീ ആയിരിക്കും മെനി to 1 ആയിരിക്കും. അങ്ങനെ ചെയ്യാത്ത സ്ഥലങ്ങളാണ് ആര് വരുന്നത്? 1 to 1, മെനി to മെനി ഒക്കെ വരാൻ ചാൻസ്. അപ്പൊ പ്രോപ്പർലി അലൈൻ ചെയ്ത ഒരു ഡാറ്റാബേസിലാണ് നമ്മൾ ഡാറ്റ എടുക്കുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലാത്തിരുന്നൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഫേസ് ചെയ്യാൻ പോവാം. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. Yes, sir. അപ്പൊ നമ്മള് ലാസ്റ്റ് 2 ക്ലാസ്സിലായിട്ട് എൻറ്റയർ തിയറി കൺസെപ്റ്റ് മാത്രമായിരുന്നു പറഞ്ഞു പോയത്. എന്തൊക്കെയായി? പ്രൈമറി കീ, ഫോറിൻ കീ, ഫാക്ട് ടേബിൾ, ഡിമെൻഷൻ ടേബിൾ, സ്റ്റാർ സ്കീമ, സ്നോഫ്ലൈറ്റ് സ്കീമ, പിന്നെന്തായി? കാർഡിനാലിറ്റി, 4 ടൈപ്പ് ഓഫ് കാർഡിനാലിറ്റി ആയി. അപ്പോൾ ഇന്റർവ്യൂ പല രീതിയിൽ ചോദിക്കാട്ടോ. ചിലപ്പോൾ പവർ ബി ഡാറ്റ മോഡൽ ഓപ്പൺ ചെയ്തിട്ട് അവർ ചോദിക്കും ഐഡന്റിഫൈ ദ ഡാറ്റ മോഡൽ. നമുക്ക് എന്താ ആൻസർ പറയാം? അത് സ്റ്റാർ ആണോ സ്നോഫ്ലേക്ക് ആണോ നിങ്ങൾക്ക് ആൻസർ പറയാം. 2 ആൻസർ പറഞ്ഞാലും സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റേതല്ല. അപ്പൊ നിങ്ങൾ അവിടെ ആൻസർ പറയേണ്ടത്. ഇപ്പൊ സ്റ്റാർ സ്കീമ ആണെങ്കിൽ എന്തുകൊണ്ട് സ്റ്റാർ സ്കീമ നിങ്ങൾ പറയുന്നതായിരിക്കും? ഇതിൽ ഫാക്റ്റും ഡിമെൻഷൻസും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതെന്തായി? ഫാക്ട് ടേബിളായി. ഇപ്പൊ അവർ ചോദിക്കും ഇവിടെ യൂസ് ചെയ്ത കാർഡിനാലിറ്റീസ് ഏതൊക്കെയാണ്. നിങ്ങൾ കാർഡിനാലിറ്റി ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ഫാക്ട് ടേബിൾ, എന്താ ഡിമെൻഷൻ ടേബിൾ, അത് നിങ്ങൾ അറിയാതെ നിങ്ങൾ പ്രൈമറി കീ ഫോറിൻ കീലൊക്കെ ടേംസ് പോകും. അപ്പോൾ പ്രൈമറി കീ എന്താണ്, ഫോറിൻ കീ എന്താണൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇന്റർവ്യൂ അങ്ങ് കാട് കയറി അങ്ങെത്താം. അതുപോലെ സ്നോഫ്ലേക്കിലോട്ട് പോയാൽ പിന്നെ ഒരു തിരിച്ചറിവ് ചാൻസ് വളരെ കുറവാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകാനുള്ള ഏരിയയാണ് സ്നോഫ്ലേക്ക് അല്ലേ. അവിടെ നിന്ന് നോർമലൈസേഷൻ ചോദിക്കാം, നോർമലൈസേഷന്റെ കൺസെപ്റ്റ് ചോദിക്കാം. നിങ്ങൾ ആൻസർ പറയുന്നത് പോലെ ആയിരിക്കും പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഇനി അടുത്തത് അവർ കുറച്ച് റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് പെർഫോമൻസ് നല്ല രീതിയിൽ വേണം, നിങ്ങൾ ഏത് മോഡൽ ചൂസ് ചെയ്യണം? സ്റ്റാർ സ്കീമ. ഇനി പെർഫോമൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഏതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ചെക്ക് ചെയ്യാം? ഏതിനായിരിക്കും? Redundancy. ഡാറ്റ റിഡൻഡൻസി ചെക്ക് ചെയ്യുന്നുണ്ടാവും. പിന്നെയോ ഡാറ്റയുടെ കൺസിസ്റ്റൻസി, ഡാറ്റയുടെ ആക്യുറസി, ഡാറ്റ ഇന്റഗ്രിറ്റി, പിന്നെ മെമ്മറി സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. നമ്മൾ ഏതിലോട്ട് തന്നെ മൂവ് ചെയ്യേണ്ടി വരും? സ്നോഫ്ലേറ്റ് സ്കീം എന്ന കൺസെപ്റ്റിലോട്ട് തന്നെ മൂവ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? നോർമലൈസേഷൻ കൊണ്ട് മാത്രമേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നോർമലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മോഡലിംഗ് കൺസെപ്റ്റ് ഏതാ? സ്നോഫ്ലേറ്റ് സ്കീം. അപ്പോൾ പെർഫോമൻസിനുള്ള ഇമ്പോർട്ടൻസ് ഡാറ്റ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യുക, ഡാറ്റ കൺസിസ്റ്റന്റ് ആക്കി വെക്കുക, ഡാറ്റ ആക്യുറസി മാക്സിമം കൂട്ടുക, പിന്നെന്താണ്? മെമ്മറി സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ പ്രയോറിറ്റികൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് സ്നോഫ്ലേറ്റ് സ്കീമാസ് ആയിരിക്കും. അപ്പോൾ റിക്വയർമെന്റ് ഏതാണോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് വേണം എന്ത് ചൂസ് ചെയ്യാൻ, ഏത് മോഡലിംഗ് കൺസെപ്റ്റ് വേണമെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യാൻ. ഇതൊക്കെ എൻറ്റയർലി ഡാറ്റാബേസിന്റെ അകത്ത് വരുന്ന കൺസെപ്റ്റ് ആണ് കേട്ടോ. ആദ്യമേ പറയാം. നമുക്ക് ടേബിൾസ് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പവർ ബിയുടെ ഈസിലി ഈ മോഡൽസ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഡാറ്റാബേസിനകത്ത് ടേബിൾ കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം. ടേബിൾ കറക്റ്റ് ഇല്ലെങ്കിൽ അത് എന്തായിട്ട് മാറും? കൂടുതലും മെനി ടു മെനി പോലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ ലോജിക് ഒക്കെ വെച്ച് മെനി ടു മെനിനെ സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും വേറെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അവർക്കും? ഓക്കെ. അപ്പോൾ ഓരോ ടേംസും പ്രോപ്പറായിട്ട് പഠിക്കുക. അപ്പം പവർ ബി പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരുപാട് 1 to 1 കമ്പാരിസൺസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സ്റ്റാർട്ടിങ് തന്നെ പവർ ബി ഡെസ്ക്ടോപ്പ്, പവർ ബി സർവീസ്, ഇംപ്ലിസിറ്റ് മെഷർ, എക്സ്പ്ലിസിറ്റ് മെഷർ, ഇമ്പോർട്ട് മോഡ്, ഡയറക്ട് ക്വറി മോഡ്, എന്താണ് മാനുവൽ റീഫ്രഷ്, ഷെഡ്യൂൾ റീഫ്രഷ്, പിന്നെ ഇൻക്രിമെന്റൽ റീഫ്രഷ്, പിന്നെ കോളം ചാർട്ട്, പൈ ചാർട്ട്, അത് തമ്മിൽ ഇത് ചെയ്യാം.
പിന്നെന്താണ് വന്നത്? ഇംപ്ലിസിറ്റ് മെഷർ, എക്സ്പ്ലിസിറ്റ് മെഷർ, പിന്നെന്താണ് പിവട്ട്, അൺപിവട്ട്, ഡാറ്റ ടൈപ്പ്, ഡാറ്റ ഫോർമാറ്റ്, അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും 1-to-1 കമ്പാരിസൺസ് വരുന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഏരിയയാണ് ഡാറ്റ അനാലിസിസ്. ഈവൻ SQL ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരുപാട് 1-to-1 കമ്പാരിസൺസ് വരാൻ ചാൻസ് ഏരിയയാണ്. അതൊക്കെ കറക്റ്റ് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് മാത്രം മുമ്പോട്ട് പോകട്ടോ. അതുപോലെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുമ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം പറഞ്ഞു കൊടുക്കുക. അതായത് എന്ത് ചെയ്ത് ബ്ലാ ബ്ലാ ബൗൺ മീൻസ് 15 മാർക്കിന്റെ എഴുതുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ തന്നെ പെടും. അതിൽ നല്ല പെടലായിരിക്കും ഉണ്ടാവുക. എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ഡിഫറൻസ് മാത്രം പറയും. അതുകൊണ്ട് എന്ത് ചെയ്ത് ഒരുപാട് ഇൻഫോർമേഷൻ അവർക്കെടുത്ത് പാസ് ചെയ്ത് കൊടുക്കുക. ചോദിച്ചതിന് മാത്രമുള്ള ആൻസർ. ഇപ്പൊ 2 ക്ലാസ്സിലെയും തിയറിയുടെ കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ അവർക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഡാറ്റ ഷെയർ ചെയ്ത് തരാം. ജസ്റ്റ് എല്ലാവരും എന്ത് ചെയ്യുക, ഡാറ്റ പ്രോപ്പർ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്ത് തരാം. ഒരു സെക്കൻഡ്. ഞാൻ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു എക്സൽ ഫയൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് അതിൽ എന്തൊക്കെ ഡാറ്റാസ് ഉള്ളത് എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. അതിലൊരു 6-7 ടേബിൾസ് അവൈലബിൾ ആണ്. 7 ടേബിൾസ് അവൈലബിൾ ആണ്. ഓരോ ടേബിളും പ്രോപ്പറായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് പുതിയൊരു പവർ ബിയുടെ ഫയൽ കൂടെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതുവരെ ചെയ്യുന്ന ഫയലല്ല, പുതിയൊരു ഫ്രഷ് പവർ ബിയുടെ ഫയൽ കൂടെ അവിടെ ഓപ്പൺ ചെയ്യും. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയോ? ഓക്കെ, അതിലെ ഫാക്ട് ടേബിൾസ് ഏതൊക്കെയാ? 2018, 70, 90. ഡിമെൻഷൻ ടേബിൾ ഏതൊക്കെയാ?
കസ്റ്റമർ ഡാറ്റ, സെയിൽസ് ഡാറ്റ ഉണ്ടോ? സെയിൽസ് പീപ്പിൾ ഡാറ്റ, സോറി, സെയിൽസ് പേഴ്സൺ ഡാറ്റ, ലൊക്കേഷൻ ഡാറ്റ, പ്രൊഡക്റ്റ് ഡാറ്റ. അപ്പൊ 3 ഫാക്ട് ടേബിൾ ഉണ്ടാവും, 4 ഡിമെൻഷൻ ടേബിൾ. ഓറഞ്ച് കളറിൽ കാണുന്നതൊക്കെ എന്തായിരിക്കും? ഫാക്റ്റും ആ ഒരു ഗ്രീൻ കളറിൽ കാണുന്നതൊക്കെ ഡിമെൻഷനും ആയിരിക്കും. ആ ബ്ലൂ കളറിൽ കാണുന്ന ഡാറ്റ ഫോക്കസ് ചെയ്യേണ്ട കേട്ടോ. ആ 7 ഷീറ്റിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ഷീറ്റിലും ഓരോ ടേബിൾ അവൈലബിൾ ആണ്. ഓരോ ഷീറ്റിലും ഓരോ ടേബിൾ രൂപത്തിൽ ഡാറ്റാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു 7 ടേബിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ 7 ടേബിൾ നമുക്ക് ഫസ്റ്റ് പവർ ബിയുടെ അകത്തോട്ട് ലോഡ് ചെയ്യേണ്ടി വരും. ഒരു പുതിയ പവർ ബിയുടെ ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മൾ ഇനി മുമ്പോട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രൊജക്ട് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ ഒരു എക്സൽ വർക്ക് ബുക്ക് കണക്ട് ചെയ്യാം? ഗെറ്റ് ഡാറ്റ, എക്സൽ വർക്ക് ബുക്ക്, എവിടെയാണോ ഫയൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് എന്ത് ചെയ്യുക? ആ ഫയൽ സെലക്ട് ചെയ്യുക. ഡെമോ ഫയൽ ഓപ്പൺ. നമുക്ക് ഡയറക്റ്റ്ലി അവിടെ ആര് ഓപ്പൺ ആയിട്ട് വരും? നാവിഗേറ്റർ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടുന്ന് പറയും ഈ ഒരു എക്സൽ വർക്ക് ബുക്കിന്റെ അകത്ത് ഇത്രയും കണ്ടന്റ്സ് അവൈലബിൾ ആണ്, ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആരൊക്കെയാ? 3 ഫാക്ട് ടേബിളും ഉണ്ട്, 4 ഡിമെൻഷൻ ടേബിൾ. ഏതൊക്കെയാ 3 ഫാക്ട്? സെയിൽസ് 2019, സെയിൽസ് 2018, സെയിൽസ് 2017. പിന്നെ 4 ഡിമെൻഷൻ ടേബിൾ ഏതൊക്കെയാണ്? സെയിൽസ് പീപ്പിൾ ഡാറ്റ, പ്രൊഡക്റ്റ് ഡാറ്റ, ലൊക്കേഷൻ ഡാറ്റ, കസ്റ്റമർ ഡാറ്റ. ഈ 7 ടേബിൾസ് മാത്രം അവിടെ സെലക്ട് ചെയ്യാട്ടോ. 7 ടേബിൾസ്. എന്നിട്ട് ആ 7 ടേബിൾ ഒരുമിച്ചിട്ട് അങ്ങോട്ട് ലോഡ് ചെയ്യുക. പവർ ബിയിലോട്ട് അങ്ങ് ലോഡ് ചെയ്യുക. 3 ഫാക്ട് ടേബിളും 4 ഡിമെൻഷൻ ടേബിളും. അത് ടേബിൾ രൂപത്തിൽ സ്റ്റോർ ചെയ്ത ആൾക്കാർ മാത്രം. ടേബിളും ഷീറ്റും ഐഡന്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും ഓർമ്മയില്ലേ? ഇത് നേരെ എന്ത് ചെയ്യുക? അവിടെ ലോഡ് പാസ് ചെയ്യുക. അപ്പൊ 7 ടേബിളും ഒരുമിച്ച് നമ്മുടെ പവർ ബിയിലോട്ട് ലോഡ് ആയിട്ടുണ്ട്. ഓൺലൈൻ പ്രോപ്പറായി ഈ 7 ടേബിളും ലോഡ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഓൺലൈൻ പ്രോപ്പറായി 7 ടേബിളും ലോഡ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം. ലോഡ് ചെയ്തതിനു ശേഷം ആ ഫയൽ പ്രോപ്പറായിട്ട് ഒന്ന് സേവ് കൂടെ ചെയ്തു. ഇപ്പോഴും ഡാറ്റ സോഴ്സിന് ഡാറ്റ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് പറഞ്ഞാൽ ആ ഫയൽ പ്രോപ്പർലി സേവ് ചെയ്തു. ഫയൽ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന പേരിന്റെ കൂടെ ഡാക്സിന് കൂടെ ആഡ് ചെയ്തു. നമ്മൾ ഈ ഫയലിന്റെ അകത്താണ് ഡാക്സും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫയലിന്റെ പേരിന്റെ കൂടെ ജസ്റ്റ് ഡാക്സിന് കൂടുതൽ ഒരു കീവേഡ് ആഡ് ചെയ്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഫയലിന് ഐഡന്റിഫൈ ചെയ്യും. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞോ? സേവും ചെയ്തോ? ഉം? ഈ സേവ് ചെയ്യുന്നവർ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. ആദ്യമേ ഞാൻ പറയാം, പോയി കഴിഞ്ഞാൽ പിന്നെ പോയതാണ്, പിന്നെ കിട്ടാനൊക്കെ കുറച്ച് പാടായിരിക്കും.
നിങ്ങൾ VS കോഡിലും പൈച്ചാവനൊന്നും കോൾ ചെയ്യുന്ന പോലെയല്ല, ഇവിടെ ലോക്കലി സേവ് ആവില്ല ഓട്ടോമാറ്റിക്കലി. നമ്മൾ സേവ് ചെയ്താൽ മാത്രമേ ലോക്കലി സേവ് ചെയ്ത് കിടും. നിങ്ങൾക്ക് അവിടെ റിക്കവറി ഫയൽ സെറ്റിംഗ് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റാർട്ടിൽ കാണിച്ചിട്ടുണ്ടോ റിക്കവറി എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? റിക്കവറി ഫയല് ഇപ്പൊ ഓരോ 10 മിനിറ്റ് കൂടുമ്പോഴേക്കും നിങ്ങളുടെ റിക്കവറി അവിടെ ഓട്ടോ സേവ് ആവുന്നുണ്ട്. നിങ്ങൾ സേവ് ചെയ്തില്ലെങ്കിലും ഇത് റിക്കവർ ആവുന്നുണ്ട് അവിടെ. ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഓരോ ഫയലായിട്ട് അവിടെ സേവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഓരോ മിനിറ്റ് കഴിയുമ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് കാണിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടോ? അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഫയലില് ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സിൽ ഓപ്ഷൻസ്, അതിൽ കറണ്ട് ഫയലില് ഏറ്റവും താഴെ റിപ്പോർട്ട് സെറ്റിംഗ്സ്, സോറി ഇവിടെ സേവ് ആൻഡ് റിക്കവർ, സോറി ഇവിടെ കാണാം സ്റ്റോർ ഓട്ടോ റിക്കവർ ഇൻഫോർമേഷൻ എവറി 10 മിനിറ്റ് തന്നെ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവും. ഞാൻ നിങ്ങളോട് 1 ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കീപ് ദ ലാസ്റ്റ് ഓട്ടോ റിക്കവറി വേർഷൻ ഇഫ് ഐ ക്ലോസ് വിത്തൗട്ട് സേവിങ്, ആ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് അവിടെ താഴെ ഓപ്പൺ ഓട്ടോ റിക്കവറി ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ റിക്കവർഡ് ആവുന്ന ഫയൽ അവിടെ പോകുന്ന കാണാം. അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, പ്രോപ്പറായിട്ട് സേവ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ചിലപ്പോൾ ഞാനിവിടെ സേവ് ചെയ്യുന്ന നിങ്ങൾ കാണുന്നുണ്ടാവില്ല. എനിക്ക് ഒരൊറ്റ കാര്യമേ വേണ്ടു, നിങ്ങൾ സേവ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എക്സാക്ട്ലി നാളെ വരുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും എന്ത് ചെയ്യാൻ സാർ ആ പറ്റും? ഓട്ടോ റിക്കവറിയുടെ ഓപ്ഷൻ ഒന്ന് കാണിച്ചു തരുമോ? ജസ്റ്റ് ഫയൽ ടാബിലോട്ട് വരിക, അവിടെ ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ്, അതിൽ ഓപ്ഷൻസ്, അതിൽ സേവ് ആൻഡ് റിക്കവർ എന്നൊരു ഏരിയ കാണാം. സേവ് ആൻഡ് റിക്കവർ. നിങ്ങളെല്ലാവരും സെപ്റ്റംബർ വേർഷൻ അല്ലേ ഇപ്പൊ യൂസ് ചെയ്യുന്നത്? പവർ ബിയുടെ ഏത് വേർഷൻ യൂസ് ചെയ്യുന്നത്? ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ? സെപ്റ്റംബറിൽ അപ്ഡേറ്റ് ചെയ്തോളൂ. സെപ്റ്റംബറിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റീഫ്രഷ് പറഞ്ഞു. ഇനിയിപ്പോ നമ്മള് അടുത്തൊരു ഡാക്സിൽ ഒരുപാട് ഫങ്ഷൻസ് പഠിക്കുന്നത്. നിങ്ങൾ പാണ്ടാസിൽ ഒരുപാട് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും, എക്സൽ അറിയുന്നവർ എക്സലിൽ പഠിച്ചിട്ടുണ്ടാവും, SQL നിങ്ങൾ ഒരുപാട് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്? ഓൾറെഡി ഇൻബിൽട്ട് ഫങ്ഷൻസ് ആണ്. നിങ്ങൾ പൈത്തണിൽ ഇതുപോലെ ഇൻബിൽട്ട് ഫങ്ഷൻസും പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ ഫംഗ്ഷന് എഴുതി ഉണ്ടാക്കിയിട്ടും ഉണ്ടാവും. പൈത്തൺ ഫംഗ്ഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടില്ലേ? ഇതുവരെ ഡാക്സിന്റെ അകത്ത് ഇൻബിൽട്ട് ഫങ്ഷൻസ് മാത്രമേ വന്നുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് തന്നെ നമ്മുടേതായ രീതിയിലുള്ള ഫങ്ഷൻസിന് യൂസർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ഒരു കസ്റ്റമൈസേഷൻ ഫീച്ചർ ഇപ്പോൾ സെപ്റ്റംബർ മുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇനി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്തും പോകണമെങ്കിൽ മാക്സിമം എല്ലാവരും സെപ്റ്റംബർ വേർഷനിലോട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോഴൊന്നും എടുക്കാൻ പോകുന്നില്ല, കുറച്ച് കഴിയും അതൊക്കെ എടുക്കാൻ. പക്ഷെ അപ്ഡേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇതിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്യുന്ന ലിങ്ക്ഡിനിൽ ഒരുപാട് ഇതിന്റെ ബേസിൽ ന്യൂസ് കാണാൻ പറ്റും. യൂട്യൂബ് ആയാലും അതിൽ ഒരുപാട് കാണാൻ പറ്റും. അതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ഇതുവരെ അങ്ങനെ ഒരു ഓപ്ഷൻ പവർ ബിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കൊണ്ടുവന്നു. അത് അത്യാവശ്യം നല്ല ഫീച്ചറാണ്. നല്ല മീൻസ് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ എനിക്ക് വേണ്ട ഒരു ഫംഗ്ഷൻ എനിക്ക് എന്ത് ചെയ്യാം, മെഷീനോട് പറഞ്ഞു കൊടുത്ത് എനിക്ക് ഡിഫൈൻ ചെയ്യപ്പെടുന്ന രീതിയിലോട്ട് അവർ അപ്ഡേറ്റ് ചെയ്ത് പോകാനിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 7 ടേബിൾസ് ലോഡ് ചെയ്തു, 3 ഫാക്റ്റും 4 ഡിമെൻഷനും. നമ്മളിവിടെ എന്താ അനലൈസ് ചെയ്യാൻ പോകുന്നതെന്ന് വല്ല ധാരണയില്ല. സെയിൽസിന്റെ ഡാറ്റ ആയിരിക്കും. പേരിൽ സെയിൽസ് ഒക്കെ കണ്ടുകൊണ്ട് അതായിരിക്കും. എത്ര വർഷത്തെ? 3 വർഷത്തെ. 3 വർഷത്തെ എന്ത് സെയിൽസ് ഡാറ്റ ചെയ്യുന്ന പോലെ ഐഡിയ ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു ബിസിനസിന്റെ ഓവർവ്യൂ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ബിസിനസിന്റെ ഓവർവ്യൂ കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടേബിൾസ് ഏതാ? ഫാക്ട് ആണോ ഡിമെൻഷൻ ആണോ? പർപ്പസ് വൈസ് ബിസിനസിന്റെ ഓവർവ്യൂ ആണ് ചെയ്യുന്നത്, ഡിമെൻഷൻ ടേബിൾസ് ആണല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ടേബിൾ വ്യൂവിൽ വന്നിട്ട് ഓരോ ഡിമെൻഷൻ ടേബിളിലും
എന്തൊക്കെ കണ്ടന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഡിമെൻഷൻ ടേബിൾ ഏതാ? കസ്റ്റമർ ഡാറ്റ. എത്ര കോളംസ് ഉള്ളത്? കസ്റ്റമർ ഐ ഡിയും കസ്റ്റമറുടെ പേരും. ഇത് നമ്മൾ ചെയ്യുന്ന ഡെമോ ഫയൽ ആയതുകൊണ്ടാണ് കസ്റ്റമർ ഐ ഡി നെയിമും മാത്രം. റിയൽ ടൈം ഡാറ്റയിൽ ജസ്റ്റ് നെയിം മാത്രമായിരിക്കും, ആളുടെ ഫോൺ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്ന ഡാറ്റ ആയതുകൊണ്ട് ബാക്കിയൊക്കെ റിമൂവ്ഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ കോളത്തിൽ നിന്നും കുറവ് പോലെ കാണാൻ പറ്റുന്നത്. ഇതിൽ എത്ര റോസ് ഉണ്ട് ഈ ടേബിളിന്റെ അകത്ത്? താഴെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര റോസ് ഉണ്ട്. 801 റോസ്. ഇതിൽ ഏതായിരിക്കും പ്രൈമറി കീ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ? കസ്റ്റമർ ഐ ഡി. അപ്പൊ കസ്റ്റമർ ഐ ഡി പറഞ്ഞ കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിൽ എത്ര ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ഉണ്ടെന്ന് കാണിച്ചു. എത്രയുള്ളത്? ആ ടേബിളിനകത്ത് 801 റോസും ഉണ്ട്. ആ കോളത്തിന്റെ അകത്ത് എത്ര ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ഉണ്ട്? 801 ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ഉണ്ട് കണ്ടോ. അപ്പൊ ഈ ഒരു കോളം ആയിരിക്കും നമ്മുടെ പ്രൈമറി കീ. നമ്മൾ എത്ര കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഡീൽ ചെയ്യുന്നുണ്ട്? 801 കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്താണ് ലൊക്കേഷൻ ഡാറ്റ. ലൊക്കേഷൻ ഡാറ്റയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആട്രിബ്യൂട്ട്സ് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ഐ ഡി, നെയിം, കൗണ്ടി, സ്റ്റേറ്റ് ടൈപ്പ്, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഏരിയ കോഡ്, പോപ്പുലേഷൻ, ഒരുപാട് കോളംസ് കാണാൻ പറ്റും. അതിൽ എത്ര റോസ് ഉണ്ട് ആ ടേബിളിനകത്ത്? 74. മീൻസ് 74 IDs അവിടെ അവൈലബിൾ ആയിരിക്കും. എന്താണ്? 74 ലൊക്കേഷൻസിന്റെ ഡാറ്റയാണ് നമ്മളിവിടെ ആക്ച്വലി ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. 74 ലൊക്കേഷൻസ്. ആ ഓരോ ലൊക്കേഷന്റെ പേരുമാണ് തൊട്ടടുത്ത് നെയിം എന്ന് പറഞ്ഞ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ നെയിം എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ നെയിം ആണ് കേട്ടോ. ഇനി അതിന്റെ തൊട്ടടുത്ത കോളം കാണാൻ പറ്റും. എന്താണ്? കൗണ്ടി. കൺട്രി അല്ല, കൗണ്ടി എന്നാണ് കോൾ ചെയ്യുക. കൗണ്ടി എന്ന് പറഞ്ഞ കോളത്തിൽ എത്ര ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് ഉണ്ട്? 22 ഡിസ്റ്റിങ്ക്ട് വാല്യൂസ്. കൗണ്ടി മീൻസ് ഡിസ്ട്രിക്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓരോ റീജിയനിൽ ഓരോ രീതിയിൽ കോൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഡിസ്ട്രിക്ട് എന്നുള്ള കൺസെപ്റ്റ് നോക്കിയാൽ മതി. സ്റ്റേറ്റ്, എത്ര സ്റ്റേറ്റ് ഉണ്ട്? എത്ര സ്റ്റേറ്റ് ഉണ്ട്? ഒരു സ്റ്റേറ്റിൽ. ഏതാ സ്റ്റേറ്റിന്റെ പേര്? കാലിഫോർണിയ. അപ്പൊ കാലിഫോർണിയ എന്ന സ്റ്റേറ്റിലെ 22 കൗണ്ടീസിലെ 70 ലൊക്കേഷൻ. ഇതാണ് ആക്ച്വലി അവിടെ വരുന്ന കൺസെപ്റ്റ്. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കേരള എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ 14 ജില്ലയിലെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്. എന്താണ് സ്റ്റേറ്റ് ആയിരിക്കും. എറണാകുളം ഡിസ്ട്രിക്ട്, എറണാകുളത്തിലെ ഡിഫറെന്റ് ലൊക്കേഷൻ, കൊച്ചി, കാക്കനാട്, ഫോർട്ട് കൊച്ചി, തൃപ്പൂണിത്തറ, അങ്ങനെ ഡിഫറെന്റ് ലൊക്കേഷൻസ്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു സ്റ്റേറ്റിലെ 22 കൗണ്ടി, 74 ലൊക്കേഷൻസ്. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ ബാക്കി വരുന്നത് അതിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെയാണ്. അത് ഇപ്പം പോയി നോക്കി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ഓക്കെ. പിന്നെ വരുന്നതാണ് പ്രൊഡക്റ്റ് ഡാറ്റ. ആ ഒരു പ്രൊഡക്റ്റ് ഡാറ്റ എന്ന ടേബിൾ എത്ര കോളംസ് ഉണ്ട്? എത്ര കോളംസ് ഉണ്ട്? ഐ ഡി ഉണ്ട്, പേരുണ്ട്, കോസ്റ്റ്, ഒറിജിനൽ സെയിൽസ് പ്രൈസ്, ഡിസ്കൗണ്ട്, കറണ്ട് പ്രൈസ്, ടാക്സസ്. കണ്ടോ? നിങ്ങൾക്ക് അവിടെ 2 കോളം കാണാൻ പറ്റും. ഒറിജിനൽ സെയിൽസ് പ്രൈസും കറണ്ട് പ്രൈസും കണ്ടോ? അതുപോലെ വീണ്ടും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും. ഒരു പുതിയ കോളത്തിലും കാര്യം ആഡ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഒരു ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു കോളം കാണാൻ പറ്റും. ഓരോ പ്രൊഡക്റ്റിനും എത്ര ഡിസ്കൗണ്ട് കൊടുക്കണം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ആക്ച്വലി ഡിസ്കൗണ്ട് ഇല്ല, എല്ലാത്തിലും 0 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇവിടെ എത്ര പ്രൊഡക്റ്റിന്റെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്? എത്ര പ്രൊഡക്റ്റ് ഉണ്ട്? 101 പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. ഓക്കെ. ഇനി അടുത്തത് കാണാം. ലാസ്റ്റ് ഡിമെൻഷൻ ടേബിൾ ഏതാണ്? സെയിൽസ് പീപ്പിൾ ഡാറ്റ മീൻസ് എംപ്ലോയി ഡാറ്റ. ആ സെയിൽസിൽ ഇൻവോൾവ് ആയിരിക്കുന്ന സെയിൽസ് പേഴ്സന്റെ ഡാറ്റാസ്. എത്ര സെയിൽസ് പേഴ്സൺ ഡാറ്റയുണ്ട്? എത്ര സെയിൽസ് പേഴ്സൺ ഡാറ്റയുണ്ട്? 45. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ഓവർവ്യൂ ബിൽഡ് ചെയ്യാം അല്ലേ? കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ 22 കൗണ്ടീസിലെ 74 ലൊക്കേഷനിൽ 45 എംപ്ലോയീസ് കൂടിയിട്ട് 101 പ്രൊഡക്റ്റ് 801 കസ്റ്റമർക്ക് വിറ്റേഴ്സിന്റെ ഡാറ്റയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ 2017 തൊട്ട് 2019 വരെ കാലിഫോർണിയ എന്ന സ്റ്റേറ്റിലെ 22 കൗണ്ടീസിൽ 74 ലൊക്കേഷനിൽ 45 സെയിൽസ് പേഴ്സൺ കൂടിയിട്ട്
101 പ്രൊഡക്റ്റ് 801 കസ്റ്റമർക്ക് വിറ്റഴിച്ചതിന്റെ ഒരു സെയിൽസ് റിപ്പോർട്ടാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകും. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഫാക്ട് ടേബിൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തോ? ഇല്ല. അല്ലാതെ നമുക്ക് എൻറ്റയർ ആ ഒരു എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഓവർവ്യൂ നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. കണ്ടോ? ആ ഒരു ബിസിനസിന്റെ ഓവർവ്യൂ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റി. അവർക്ക് എത്ര ലൊക്കേഷൻസിൽ ഇതുണ്ട്, അതുപോലെ എത്ര പ്രൊഡക്റ്റ് ഉണ്ട്, എത്ര സെയിൽസ് പേഴ്സൺ ഉണ്ട്, ഒക്കെ നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതാണ് ഡിമെൻഷൻ ടേബിളിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഫാക്ട് ടേബിൾ അവിടെ ഉണ്ടല്ലേ, എന്ത് ചെയ്യണം? ഫാക്ട് ടേബിളിൽ എന്തൊക്കെ ഡാറ്റാസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാം. ഫസ്റ്റ് നമുക്ക് ഏത് ചെക്ക് ചെയ്യാം? 2017. ഓക്കെ. ഏതൊക്കെയാ കോളംസ് വരുന്നത്? ഓർഡർ ഐ ഡി, പ്രൊഡക്റ്റ് ഐ ഡി, ലൊക്കേഷൻ ഐ ഡി, സെയിൽസ് പേഴ്സൺ ഐ ഡി, കസ്റ്റമർ ഐ ഡി, പർച്ചേസ് ഡേറ്റ്, ക്വാണ്ടിറ്റി, പ്രൈസ്. 2017 മാത്രം എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് പറയാൻ പറ്റുമോ? 2017 മാത്രം എത്രത്തോളം ട്രാൻസാക്ഷൻസ് അവിടെ നടന്നിട്ടുണ്ടാവും? 4980. എന്തുകൊണ്ടാ പറയാനുള്ള റീസൺ? ആ ടേബിളിൽ അത്രയും റോസ് ഉണ്ടല്ലേ, ഓരോ റോ എന്തായിരിക്കും? ഓരോ ട്രാൻസാക്ഷൻ ആയിരിക്കും. ഇപ്പൊ 2017 അറൌണ്ട് 4980 ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ. അതിൽ എത്ര പ്രൊഡക്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ട്? 101 പ്രൊഡക്റ്റ് ഇൻവോൾവ് ആയിട്ടുണ്ടോ? എന്ത് ചെയ്താൽ മതി? ആ പ്രൊഡക്റ്റ് ഐ ഡി പറഞ്ഞ കോളം സെലക്ട് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ പ്രൊഡക്റ്റും ഇൻവോൾവ് ആണോ? ഓക്കെ. എല്ലാ ലൊക്കേഷനും ഇൻവോൾവ് ആണോ? ചെക്ക് ചെയ്ത് നോക്കിയാൽ എത്രയാ? 74 കാണുന്നില്ലേ? ഇപ്പൊ എന്താണ്? എന്താ കാണിക്കുന്നില്ലേ? എല്ലാ ലൊക്കേഷൻ ഇൻവോൾവ് ആണ്. എല്ലാ സെയിൽസ് പേഴ്സൺ ഉണ്ടോ ചെക്ക് ചെയ്താൽ മതി. എല്ലാ കസ്റ്റമേഴ്സ് ഉണ്ടോ ചെക്ക് ചെയ്താൽ മതി. എല്ലാ കസ്റ്റമേഴ്സും ഉണ്ടോ? ഇല്ല. ആ 801 കസ്റ്റമേഴ്സിൽ 797 ആൾക്കാർ മാത്രമേ 2017 ഉള്ളൂ. എല്ലാവരും വരണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഇനി അടുത്തെന്ത് ചെക്ക് ചെയ്യണം? എല്ലാ ദിവസവും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ? അതിന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യണം. 2017 എല്ലാ ദിവസവും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ? ആ പർച്ചേസ് ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്റ്റിങ്ക്ട് കൊണ്ട് നോക്കിയാൽ മതി. 365 ഡിസ്റ്റിങ്ക്ട് വാല്യൂസ് മീൻസ് എന്താണ്? എല്ലാ ദിവസവും എന്താണ് ട്രാൻസാക്ഷൻസ് പോയിട്ടുണ്ട്. അതായത് ജാനുവരി 1 തൊട്ട് ഡിസംബർ 31 എല്ലാ ദിവസവും ട്രാൻസാക്ഷൻ പോയിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത ഏത് ടേബിളിലോട്ട് വരാം? 2018. 2018 എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്? 4909. ഓക്കെ. എല്ലാ പ്രൊഡക്റ്റ് ഇൻവോൾവ് ആണോ? ചെക്ക് ചെയ്ത്. എല്ലാ ലൊക്കേഷൻസ് ഇൻവോൾവ് ആണോ? എല്ലാ സെയിൽസ് പേഴ്സൺ ഇൻവോൾവ് ആണോ? എല്ലാ കസ്റ്റമറും എത്ര കസ്റ്റമർ? 796. ഓക്കെ. എല്ലാ ഡേറ്റിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ പോയിട്ടുണ്ടോ? എല്ലാ ഡേറ്റിലും നടന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ടോട്ടൽ 801 കസ്റ്റമർ, അതിൽ 797 ആൾക്കാർ എന്താണ് 2017 വന്നിട്ടുണ്ട്. അതിൽ അതേപോലെ ആൾക്കാർ എവിടെയുണ്ട്? 2018. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? 2019 വരാം. 2019 എത്ര ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്? ജസ്റ്റ് 1000 അല്ലേ? ഇത് ബാക്കി 2 വർഷവും നിയർലി 5000 സംതിങ് നടന്നിട്ടുണ്ട്. അതിന്റെ 5-1 മാത്രമേ തേർഡ് ഇയറിൽ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടാവില്ലേ? എന്ത് ചെയ്യാം? എല്ലാ പ്രൊഡക്റ്റും ഇൻവോൾവ് ആണോ ചെക്ക് ചെയ്യാം. എല്ലാ പ്രൊഡക്റ്റും ഉണ്ടോ? എല്ലാ ലൊക്കേഷനും ഉണ്ടോ? എല്ലാ സെയിൽസ് പേഴ്സണും ഉണ്ടോ? എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്? കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറവാണല്ലേ? എത്രയാണ്? 500 സംതിങ് മാത്രമേ കസ്റ്റമേഴ്സ് വരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്തോ. എല്ലാ ഡേറ്റിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളൂ. എത്രയുള്ളൂ? ജസ്റ്റ് 74 ദിവസം മാത്രമേ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളൂ. അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? എവിടെ തൊട്ട് എവിടെ വരെയാണ് ഈ ഡേറ്റ് പോയിരിക്കുന്നത് കണ്ടുപിടിക്കണം. ജസ്റ്റ് എന്ത് ചെയ്യാം? ആ പർച്ചേസ് ഡേറ്റ് എന്ന കോളം സെലക്ട് ചെയ്യാം. അതിന്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ഡിസ്റ്റിങ്ക്ട് ഡേറ്റും കാണിച്ചു. ജാനുവരി 1 തൊട്ട് എത്ര വരെ പോയിരിക്കുന്നത്? 15th മാർച്ച് 2019 വരെ. നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടിയല്ലേ? ഈ സെയിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2017 ജാനുവരി സ്റ്റാർട്ട് ചെയ്തു. എപ്പോൾ എൻഡ് ചെയ്യുന്നു? 15th മാർച്ച് 2019 എൻഡ് ചെയ്യുന്ന ആ ഒരു സെയിൽസ് റിപ്പോർട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്.
അത് 2019 ഇയർ കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ ഏത് ടേബിളിൽ ഇനി അപ്ഡേഷൻസ് വരാം? 2019 ടേബിളിൽ ഇനിയും അപ്ഡേഷൻസ് വരാം. 17 18 വരാൻ ചാൻസ് ഉണ്ടോ? വളരെ റയർ ചാൻസ് അവിടെ ഇല്ല. പക്ഷെ 19 അങ്ങനെയല്ല. ഇനി ഇവിടെ റോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കണ്ടോ, ടേബിൾ നോക്കി നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ മൾട്ടിപ്പിൾ ടേബിൾ യൂസ് ചെയ്യുമ്പോൾ അത് പവർ ബിയുടെ മെമ്മറി സ്പേസിൽ മാത്രം സ്റ്റോർ ആയി കേട്ടോ. എവിടെ കൂടെ സ്റ്റോർ ആവേണ്ടി വരും? ആരാണോ ഇതിനെ ബേസ് ചെയ്ത് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അനലിസ്റ്റിന്റെ മൈൻഡിലും കൂടെ അത് ഉണ്ടാവും. ഇല്ലെങ്കിൽ കാര്യമില്ല. ഇല്ലെങ്കിൽ ക്ലയന്റ് ഓരോ റിക്വയർമെന്റ് പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഡാറ്റ എവിടെ എന്ന രീതിയിൽ അങ്ങോട്ട് പോയി നോക്കേണ്ടി വരും. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പവർ ബിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ഒരു എക്സാക്ട് കോപ്പി നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒട്ടുമിക്ക ആൾക്കാരും ലാക്ക് ചെയ്യുന്ന ഒരു ഇഷ്യൂ. എന്താണ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയില്ല, ആർക്കും അറിയില്ല. ഒരു പ്രൊജക്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് ഡാറ്റ എന്ന് വെച്ചാൽ എന്തായിരിക്കും, അതിനെപ്പറ്റി വല്ല ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ഡാറ്റനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് എന്തിലോട്ട് ഇറങ്ങാൻ പറ്റൂ, അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്ന ഒരു ടെക്നോളജിയിലോട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ഫാക്ട് ടേബിൾ ഉണ്ട്? 3 ഫാക്ട് ടേബിൾ. നമുക്കിവിടെ എത്ര റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? എത്ര റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? ഒരു സിംഗിൾ റിപ്പോർട്ട് ആയിരിക്കില്ലേ? നമ്മൾ ഓരോ വർഷത്തിനും ഓരോ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമോ? എല്ലാം കൂടെ എന്തായിരിക്കും, ഒരു കമ്പനിക്ക് ഒരൊറ്റ സെയിൽസ് റിപ്പോർട്ട് ഉണ്ടാവും. അവർക്ക് എന്ത് ഇയർ അവിടെ സ്ലൈസറിൽ വെച്ചിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഓരോ ഇയറിന് റിപ്പോർട്ടായിട്ട് അത് മാറും. പക്ഷെ ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് അത് പോസിബിൾ ആണ്. ഇപ്പൊ 2017 മാത്രം എത്ര ക്വാണ്ടിറ്റി വിറ്റഴിച്ചെന്ന് ചോദിക്കുവാണ്. നമുക്ക് എന്ത് ചെയ്യാം, സോറി, ഓവറോൾ ക്വാണ്ടിറ്റി എത്രയാണ് ചോദിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2017 സെപ്പറേറ്റ് കാണാം, 18 സെപ്പറേറ്റ് കാണാം, 19 സെപ്പറേറ്റ് കാണാം. മൂന്നിന്റെ ഒരുമിച്ചിട്ട് കാണാൻ പറ്റുമോ? 3 ഇയറിലെയും ഓവറോൾ ടോട്ടൽ ക്വാണ്ടിറ്റി ഒരുമിച്ച് കാണാൻ പറ്റുമോ? 3 ടേബിൾ സെപ്പറേറ്റ് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വെച്ച് കാണാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഇപ്പൊ ഇവിടെ ക്ലയന്റ് പറയാണ് ഓവറോൾ ക്വാണ്ടിറ്റി എത്ര. ഓവറോൾ ക്വാണ്ടിറ്റി എന്തായിരിക്കും? 2017 ജാനുവരി 1 തൊട്ട് മാർച്ച് 15 വരെ നമ്മൾ എന്ത് ചെയ്യും? കാർഡ് വിഷൻ സെലക്ട് ചെയ്യും. ഇംപ്ലിസിറ്റ് മെഷർ ആയിരിക്കും. 17 ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. അപ്പൊ ഈ കിട്ടുന്ന 9650 എന്തായിരിക്കും? അടുത്ത കാർഡ് വിഷൻ ക്രിയേറ്റ് ചെയ്തു. അതിലോട്ട് എന്ത് ആഡ് ചെയ്തു? 18 ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. ചെറിയ വ്യത്യാസമുള്ളൂ. അടുത്ത എന്ത് ചെയ്തു? ഇത് ആഡ് ചെയ്തു. ഇങ്ങനെ ഓരോ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ 3 എണ്ണം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അവസാനം റിപ്പോർട്ട് ആകുമ്പോൾ എത്ര റിപ്പോർട്ട് ആവും? 3 റിപ്പോർട്ട് ആവും. അങ്ങനെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമോ? ഇല്ല. നമ്മൾ പഠിച്ച 2 ഡാറ്റ മോഡലിലും എത്ര ഫാക്ട് ടേബിൾ ഉള്ളൂ? ഒരു ഫാക്ട് ടേബിളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഫാക്ട് ടേബിളായി 3 ഫാക്ട് ടേബിളായി. ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ 3 ഫാക്ട് ടേബിളിലെ കണ്ടന്റ് കൂടെ കൂട്ടിയിട്ട് ഒരു സിംഗിൾ ടേബിൾ ആക്കി മാറ്റേണ്ടി വരും. ഇങ്ങനെ ഈ 3 ഫാക്ട് ടേബിളും കൂടെ ഒരു സിംഗിൾ ടേബിൾ ആക്കി മാറ്റുക. അപ്പൻഡ് ആണോ മറിച്ചാണോ? എന്താ ചെയ്യേണ്ടി വരും? അപ്പൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? റോ വൈസ് അപ്പൻഡ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് അപ്പൻഡ് ചെയ്യുന്ന പറയുന്ന റീസൺ, 3 ടേബിളിന്റെയും സ്ട്രക്ചർ എന്താണ്? എക്സാക്ട്ലി സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഒരു ടേബിളിലോട്ട് മറ്റൊരു ടേബിളിൽ റോ വെച്ചിട്ട് ഈസിലി അപ്പൻഡ് ചെയ്ത് പോവാം. അപ്പൻഡ് ചെയ്യാൻ എവിടുന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ? പവർ ബി ചെയ്യാൻ പറ്റുമോ? ഇല്ല. എവിടെ നമ്മൾ ചെയ്യാം? പവർ കുറയുന്നതായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പൊ നേരെ അങ്ങോട്ട് മൂവ് ചെയ്യുക. ഹോം ടാബിൽ വന്നിട്ട് ട്രാൻസ്ഫോം ഡാറ്റ സെലക്ട് ചെയ്യുക. നമ്മൾ നേരെ അങ്ങോട്ട് മൂവ് ചെയ്യും. പവർ കുറയിലോട്ട് മൂവ് ചെയ്യും. നമുക്ക് ഇവിടെ അപ്പൻഡ് ചെയ്ത് 3 രീതിയിൽ ചെയ്യാം. ഒന്നിക്കലും 19 18 17 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 18 19 17 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 17 18 19 ആഡ് ചെയ്യാം. ഇത് യൂസ് ചെയ്യും? 17 18 19. ഓൺലൈൻ എന്താ ആൻസർ? ഏത് ടേബിളിലോട്ട് ആരൊക്കെ ആഡ് ചെയ്യും? 17, 18, 19. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള റീസൺ എന്താ? അല്ല, ഈസിനെസ്സിന് വേണ്ടി നമ്മൾ പൊതുവെ ചെയ്യണ ഒരു പ്രാക്ടീസ് അങ്ങനെ ഇരിക്കും. ഈ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ടേബിൾ വെച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്?
7ലെ ഡാറ്റയ്ക്ക് ഒരുമിച്ച്, 18ലെ ഡാറ്റയ്ക്ക് ഒരുമിച്ച്, 9ലെ ഡാറ്റയ്ക്ക് ഒരുമിച്ച് ഉള്ള കാര്യമുണ്ടോ? നമ്മൾ ടേബിൾ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? യൂസർ എപ്പോഴും ടേബിൾ ഒന്ന് ചെക്ക് ഇല്ല. ചെയ്യുമോ? ഇല്ല. യൂസർ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആ ടേബിൾ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടേബിളിൽ അറേഞ്ച്മെന്റ് എങ്ങനെയാലും കുഴപ്പമുണ്ടോ? റോൾ അറേഞ്ച്മെന്റ് ഇനിയിപ്പോ നമുക്ക് 2017 മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യും, ഈസിലി ഫിൽറ്റർ ചെയ്തെടുത്താൽ പോരെ. ഇയർ 2017 ഡാറ്റയൊക്കെ ഒരുമിച്ച് ഉം. കാണാം. പിന്നെ റോ വൈസ് അറേഞ്ച്മെന്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഒരിക്കലും അതിന്റെ യാതൊരു ആവശ്യം അവിടെ ഇല്ല. ഓക്കെ. അപ്പൊ ഇതുപോലെ സിറ്റുവേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം, ഏത് ടേബിളിലാണോ ലേറ്റസ്റ്റ് ഡേറ്റ് കിടക്കുന്നത്, ഏത് ടേബിളിലാണ് ലേറ്റസ്റ്റ് ഡേറ്റ് കിടക്കുന്നത്, 2019. അപ്പോൾ അതിലോട്ട് ബാക്കിയുള്ളത് അപ്പൻഡ് ചെയ്തെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അവിടെ അപ്പൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ സെയിൽസ് 2019 ഞാൻ ഡയറക്റ്റ്ലി അങ്ങ് അപ്പൻഡ് ചെയ്തു. ഇതിന്റെ ഒറിജിനൽ സോഴ്സിന്റെ ടേബിൾ ആണ്. അപ്പൊ എന്താവും, അതിൽ റോസിന്റെ എണ്ണം കൂടും. അപ്പൊ ഒറിജിനൽ റോയിൽ എത്രയേ ഉള്ളൂ, സോറി ഒറിജിനൽ സോഴ്സിൽ 1000 ഉള്ളൂ. ഞാൻ ഇവിടെ അപ്പൻഡ് ചെയ്യുമ്പോൾ എന്തായി, പവർ ബിയിൽ അതിൽ അറൗണ്ട് എത്രയായി, 1000 + 5000 അറൗണ്ട് 11,000 സംതിങ് റോസ് ആവും ടോട്ടൽ. അപ്പോൾ ഒറിജിനൽ ടേബിള് പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് വന്നോ ഇല്ല നമുക്ക് കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്. അത് ഇവിടെ ഒരു 1000 കൂടെ ഒരു എക്സ്ട്രാ ഒരു 10 റോസ് വന്നു, അത് റീഫ്രഷ് ആയിട്ട് ഇവിടെ വന്നോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ബുദ്ധിമുട്ടല്ലേ. എന്തുകൊണ്ട്, ഒറിജിനൽ ടേബിളിൽ തന്നെ നമ്മൾ പോയിട്ട് വീണ്ടും അപ്പൻഡ് ചെയ്ത് വെച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇതധികം ഫോളോ ചെയ്യരുത്. അതിന് പകരം എന്ത് ചെയ്യാം, ആ ടേബിളിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് അതിലോട്ട് മാത്രം എന്ത് ഫോളോ ചെയ്യുക, അപ്പൻഡ് ചെയ്ത് പോകുക. ഓക്കെ. ഏത് ടേബിളിന്റെ കോപ്പി ആയിരിക്കും എടുത്ത് കൊണ്ടുവരുമോ? അപ്ഡേഷൻ വരാൻ ചാൻസ് ഇല്ല table. 2019. എന്തുകൊണ്ടാണ് 2019 ഫോക്കസ് ചെയ്യുന്ന റീസൺ, അവിടെയാണ് ലേറ്റസ്റ്റ് ഡാറ്റ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പോൾ കോപ്പി എടുക്കുമ്പോൾ അവിടെ 2 ആൾക്കാരുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും റെഫറൻസ്. ഇതിലേത് ചൂസ് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് ഓർ റെഫറൻസ്? ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചൂസ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ആണ് റെഫറൻസ് ആണ്? എന്തായാലും സെയിൽസ് 2019 ഉറപ്പായിട്ടും ചേഞ്ച് വരും. അപ്പൊ ആ ചേഞ്ചസ് നമുക്ക് എന്ത് വേണം, നമ്മളെ റിപ്പോർട്ടിലും ഇംപ്ലിമെന്റ് ആയിട്ട് വരണം. Accept ചെയ്യണം. അപ്പൊ നമുക്ക് ആരെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, റെഫറൻസ് ഫയലിൽ മാത്രമേ Reference. യൂസ് ചെയ്യാൻ. പിന്നെ റെഫറൻസ് ഫയൽ യൂസ് ചെയ്യുന്ന അടുത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകും, എന്ത് ചെയ്യും, ആ മെമ്മറി ഒന്നുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യും. ഹ്യൂജ് ഡാറ്റ ആണെങ്കിൽ ഒന്നുകൂടെ എന്താണ്, കോപ്പി എടുക്കുമ്പോൾ എക്സാക്ട് സൈസ് വരില്ല, ഒന്നുകൂടെ എന്ത് ചെയ്യും, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റെഫറൻസ്. ഇപ്പൊ എന്ത് ചെയ്തു, ഞാൻ റെഫറൻസ് യൂസ് ചെയ്യും. എന്തുകൊണ്ട് സെയിൽസ് 2019 എന്തുകൊണ്ട് റെഫറൻസിലോട്ട് വന്നതൊക്കെ ക്ലിയർ ആണോ? അപ്പൊ ഇതായിരിക്കും നമ്മുടെ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ആള്. അപ്പൊ അതിന്റെ പേര് ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യാണ്. അതിന്റെ പേര് ഞാൻ മാറ്റിയിട്ട് സെയിൽസ് ഡാറ്റ എന്ന് പേര് പാസ് ചെയ്തു, sales_data. ഓക്കെ. ഇനി ഈ സെയിൽസ് ഡാറ്റയിലോട്ട് എന്ത് അപ്പൻഡ് ചെയ്യണം, 18ഉം 17ഉം അപ്പൻഡ് ചെയ്യണം. ഇതിൽ ഓൾറെഡി ആരുണ്ട്, 19ലെ റോസ്. അപ്പൊ ഇവിടെ 19 ഇതിലോട്ട് കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ജസ്റ്റ് 18ഉം 17ഉം. ഇപ്പോൾ സെയിൽസ് ഡാറ്റ സെലക്ട് ചെയ്യാം. ഹോം ടാബിൽ കമ്പൈൻ ഗ്രൂപ്പിൽ ആരെ ചൂസ് ചെയ്യാം, അപ്പൻ കൊറീസ്. അതിൽ അപ്പൻ കൊറീസ് വേണോ, അപ്പൻ കൊറീസസ് ന്യൂ വേണോ? ഏത് ചൂസ് ചെയ്യേണ്ടവർ, അപ്പൻ കൊറീസ് ഓർ അപ്പൻ കൊറീസസ് ന്യൂ? ഓൾറെഡി റെഫറൻസ് ഡേറ്റ ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ? ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പൊ ഏതായിരിക്കും, ആ സെയിൽസ് ഡാറ്റയുടെ അകത്തോട്ട് തന്നെ എന്ത് ചെയ്യണം, അപ്പൻഡ് ചെയ്യണം. അപ്പൊ ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, അപ്പൻ കൊറീസ്. അപ്പൊ അപ്പന്റെ കൊറീസ് സെലക്ട് ചെയ്യുമ്പോൾ ചോദിക്കും, 2 ആണോ 2ൽ കൂടുതലുണ്ട്, ഏതാണ്, 3 or more tables. ഇപ്പൊ ടേബിൾസ് അപ്പനിലോട്ട് ഓൾറെഡി ആരുണ്ട്, സെയിൽസ് ഡാറ്റ പോയിട്ടുണ്ട്, മീൻസ് 2019. ഇനി ആരൊക്കെ പോകണം, 18ഉം 17ഉം സെലക്ട് ചെയ്യുന്നു, ആഡ്. അപ്പൊ എന്തായി, ഞാൻ ഇതിലോട്ട് എത്തി, എന്ത് പാസ് ചെയ്യും, 3 ടേബിളിലെ ഡാറ്റ കൂടെ ഇവിടെ അപ്പൻഡായി. ഇനി എന്ത് ചെയ്യണം, ഈ ചെയ്ത കാര്യങ്ങൾ പവർ ബിക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ പവർ ബിക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം, ക്ലോസ് ആൻഡ് അപ്ലൈ. പക്ഷെ ക്ലോസ് ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ
പവർ ബിയുടെ അകത്ത് എത്ര ടേബിൾസ് ഉണ്ടാവും? എല്ലാം 7 വരും. ഇന്നും 8 ടേബിൾ ഉണ്ടാവും. നമുക്ക് 8 ടേബിളിന്റെ ആവശ്യം ഉണ്ടാവും. നമുക്ക് എത്ര ആൾക്കാരെ ആവശ്യമുള്ളൂ? 5 ആൾക്കാരുടെ സെപ്പറേറ്റ് ആവശ്യം. ആയിട്ട് വേണ്ട. അതായത് 4 ഡിമെൻഷൻ ടേബിളും ഒരു ഫാക്ട് ടേബിളും മാത്രം മതി. ആർക്കും ആവശ്യമില്ല? 19ഉം 18ഉം 17ഉം ആവശ്യമില്ല. അതിനെന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യും. അതിന്റെ ലോഡ് എന്ത് ചെയ്യുക? ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ലോഡ് ഡിസേബിൾ ചെയ്യുക? ടേബിളിനോട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് എനേബിൾ ലോഡ് അൺടിക്ക് ചെയ്യുക. ഇതിവിടെ ഞാൻ ടിക്ക് ചെയ്യുമ്പോൾ ഒരു വാർണിംഗ് കാണിച്ചു തരും. വാർണിംഗ് വരാനുള്ള റീസൺ ഞാൻ ഫസ്റ്റ് ഈ ഡാറ്റ എങ്ങോട്ട് എടുത്തത്? പവർ ബി. അപ്പോൾ പവർ ബിക്ക് മനസ്സിലായി ഇത് പവറുടെ മെമ്മറി സ്പേസ് ലെഫ്റ്റുകളാണ്. അവിടുന്ന് വീണ്ടും അതിനെ റിമൂവ് ചെയ്യാൻ പോകുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പറയാണ് ഡിസേബിളിംഗ് ലോഡ് വിൽ റിമൂവ് ടേബിൾ ഫ്രം ദ റിപ്പോർട്ട് ആൻഡ് എനി വിഷ്വൽ ദാറ്റ് യൂസസ് ദിസ് കോളം വിൽ ബി ബ്രോക്കൺ. ഓൾറെഡി പവർ ബിക്ക് മനസ്സിലായി ടേബിൾ അവിടെ വന്നിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നത്. നമ്മൾ മുമ്പ് ചെയ്ത് അങ്ങനെയല്ല. അതാണ് ഡിഫറൻസ്. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ജസ്റ്റ് പറയാണ് ഇത് ഡിസേബിൾ ചെയ്താൽ പിന്നെ പവർ ബിക്ക് ഈ ടേബിളായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറയാം. പറഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നതിലൊരു മെസ്സേജ് ചോദിക്കുന്നതാണ്. നമ്മളെന്താണ്, നമുക്ക് ഇത് തന്നെയാണ് വേണ്ടതല്ലേ, എന്ത് പാസ് ചെയ്യുക? കണ്ടിന്യൂ. അപ്പൊ അതിന്റെ ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ആയിട്ടുണ്ടാവും. അതുപോലെ 18 എന്ത് ചെയ്യുക? ഡിസേബിൾ ചെയ്യുക. അപ്പോഴും വാർണിംഗ് ചോദിക്കും. എന്തുകൊണ്ടാ? ഈ ടേബിൾ ഓൾറെഡി എവിടെ ഉണ്ട്? പവർ ബിയുടെ അകത്ത് ഉണ്ട്. അവിടെ നമ്മൾ അതിനെ ഒഴിവാക്കാൻ പോവാണ്. വീണ്ടും കണ്ടിന്യൂ പാസ് ചെയ്തു, ഇതിനെ വീണ്ടും എന്ത് ചെയ്തു? ഡിസേബിൾ ചെയ്തു, കണ്ടിന്യൂ. ഇനി എന്ത് ചെയ്യണം? ഈ ചെയ്ത കാര്യങ്ങളൊക്കെ പവർ ബിക്ക് പറഞ്ഞു കൊടുക്കണം. എന്ത് യൂസ് ചെയ്യുക? ക്ലോസ് ആൻഡ് അപ്ലൈ. അപ്പോൾ ഒരു എൻറ്റയർ ചേഞ്ചസ് അവിടെ നടക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ഞാനിവിടെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് 3 വിഷ്വൽസിലും എററും വരും. എന്തുകൊണ്ടാ? ആ ടേബിൾ ഒന്നും ഇപ്പം പവർ ബിയിൽ ഇല്ല, അതുകൊണ്ട് എറർ വരും. ജസ്റ്റ് അതിനെ ഡിലീറ്റ് ചെയ്യും. ഇപ്പം ജസ്റ്റ് 5 ടേബിൾ മാത്രമേ ചുരുങ്ങിയിട്ടുണ്ടാവും. 4 ഡിമെൻഷനും ഒരു ഫാക്ടും. ക്ലിയർ ആണല്ലോ അവർക്ക്? ഓൺലൈൻ ഇത്രയും സ്റ്റെപ്പ് പ്രോപ്പറായി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഹാൻഡ് റൈസ് ചെയ്ത് ഇത്രയും സ്റ്റെപ്സ് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം. എല്ലാവരും ചെയ്തു കഴിഞ്ഞോ? അപ്പൊ നമ്മളിവിടെ ഏത് ഡാറ്റ മോഡലായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നുണ്ടാവുക? സ്റ്റാർ സ്കീമയാണോ സ്നോഫ്ലേക്ക് ആണോ? ഇതായിരിക്കും സ്റ്റാർ സ്കീം. എന്തുകൊണ്ടാ? നമ്മൾ ഒരു ഫാക്ട് ടേബിളും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന 4 ഡിമെൻഷൻ ടേബിൾസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ റിപ്പോർട്ട് വ്യൂവും ചെയ്തിട്ടുണ്ട്, ടേബിൾ വ്യൂവിലും വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എങ്ങോട്ടാ മൂവ് ചെയ്യുക? മോഡൽ ക്രിയേറ്റ് ചെയ്യാനും മോഡൽ കാണാൻ നമ്മൾ എങ്ങോട്ടാ മൂവ് ചെയ്യുക? മോഡൽ
ആ മോഡൽ വ്യൂയിലോട്ട് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സൂം ഔട്ട് ചെയ്യുക. സൂം ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട മോഡലൊക്കെ മെഷീൻ തന്നെ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും അതവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടോ മോഡൽ? ആർക്കെങ്കിലും ഇതുപോലെ മോഡൽ ബിൽഡ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്യാത്ത ആരെങ്കിലും ക്ലാസ്സിലുണ്ടോ? അതായത് ഇതുപോലെ മോഡൽ ബിൽഡ് ചെയ്യാത്ത ആരുടെ സിസ്റ്റം ഉണ്ടോന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളെല്ലാം ക്രിയേറ്റ് ചെയ്ത് മെഷീൻ തന്നെ ഓട്ടോ ഡെവലപ്പ് ചെയ്തെന്ന കാര്യമാണ്. ആ ടേബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ മൗസ് പോയിന്റ് വെച്ചിട്ട് ഡ്രാഗ് ചെയ്താൽ ടേബിൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ പവർ ബിയിൽ ഒരു ഫീച്ചർ ഉണ്ട്, ഓട്ടോ ഡിറ്റക്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. ഒരു ഓട്ടോ ഡിറ്റക്ട് ഫീച്ചർ വെച്ചിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അത് ഓട്ടോ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. അതിന് അത്ര വലിയ AI ടെക്നോളജി ഒന്നല്ല. ഇപ്പൊ 2 ടേബിൾ ലോഡ് ചെയ്തു, ആ 2 ടേബിളിലും ഒരേ കോളത്തിന്റെ പേര് വരുന്നു. ഞാൻ 2 ടേബിൾ പവർ ബിയിൽ ലോഡ് ചെയ്തു, 2 ടേബിളിലെ കോളത്തിന്റെ പേര് എക്സാക്ട്ലി സെയിം ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ് ആൽഗോരിതം ഡിറ്റക്ട് ചെയ്യും, ആ കോളംസ് നമ്മളുടെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അത്രയേ ഉള്ളൂ, ഓരോ ടെക്നിക്ക് ഒന്നല്ല. 2 ടേബിൾ ലോഡ് ചെയ്യുമ്പോൾ 2 ടേബിളിലും കോളത്തിന്റെ പേര് ഒരുപോലെ കണ്ടു കഴിഞ്ഞാൽ ആ കോളംസ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇവിടെ കസ്റ്റമർ ഡാറ്റയിൽ കസ്റ്റമർ ID ഉണ്ട്, അതേ പേരിൽ തന്നെ സെയിൽസ് ഡാറ്റയിൽ വരുന്നുണ്ട് കസ്റ്റമർ ID. ഒരു സ്ഥലത്ത് ഫോറിൻ കീയും അടുത്ത സ്ഥലത്ത് പ്രൈമറി കീയും. അപ്പൊ ആ കോളംസിന് അവിടെ എന്തായി, റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇത് നല്ലൊരു ഫീച്ചറാണോ ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫീച്ചറാണ്. പക്ഷെ ഇത് ചില സമയത്ത് എന്താവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്ങനെയായിരിക്കും, നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത ഒരു ഡാറ്റ മോഡലിന്റെ അകത്ത് നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മറ്റൊരു ടേബിൾ ലോഡ് ചെയ്യും. ചിലപ്പോൾ ആ ടേബിളിലും ഈ മോഡൽ ഏതെങ്കിലും ഒരു കോളത്തിന്റെ പേരാണ് എന്ത് ചെയ്യും, അത് നേരെ ഈ മോഡലുമായിട്ട് അങ്ങ് റിലേഷൻ വരും. നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, ഇതിന്റെ പുറകിൽ അങ്ങനെ ഒരാൾ കയറും, മൊത്തത്തിൽ എന്താവും, ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അത് നമുക്ക് വേണ്ടാത്ത റിലേഷൻഷിപ്പ് ആര് ക്രിയേറ്റ് ചെയ്ത് തരും, മെഷീൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ മൾട്ടിപ്പിൾ ടേബിൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മോഡൽ പേര് കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഡിറ്റക്ട് ആയിരിക്കുന്നത്. ഇനി അനാവശ്യമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ അറ്റ് ദ ഫാസ്റ്റ് റിമൂവ് ചെയ്ത് കളയുക. ഫീച്ചർ നല്ലതാണ്, പക്ഷെ ചില സമയത്ത് ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ ഈ ഫീച്ചർ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനും പറ്റില്ല. ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തു, പവർ ബി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വീണ്ടും ഓൺ ആവുകയും ചെയ്യും. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് ഓഫ് ചെയ്ത് വെക്കാനും പറ്റില്ല. നല്ല ഫീച്ചറാണ്, പക്ഷെ നിങ്ങൾ റിയൽ ടൈം സിറ്റുവേഷനിൽ ഇറങ്ങുന്ന സമയത്ത് അത് അത്ര നല്ലതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീലും ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർ സ്കീമ മോഡൽ. സെൻട്രൽ ആയിട്ട് ഒരു ഫാക്ട് ടേബിളും അതിന് ചുറ്റും അതിനെ കണക്ട് ചെയ്യുന്ന 4 ഡിമെൻഷൻ ടേബിൾസ്. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓൺലൈൻ എല്ലാവർക്കും ഈ ഒരു മോഡൽ അവിടെ ബിൽഡ് ആയിട്ടുണ്ടോ? ഓക്കെ. അതിൽ ഏത് കാർഡിനാലിറ്റി യൂസ് ചെയ്തിരിക്കുന്നത്? എവിടുന്ന് എങ്ങോട്ടാ 1 to many? രണ്ടും ഉണ്ട്, മിനിറ്റ് കൊണ്ടും ഉണ്ട്. ഫാക്ട് എന്ന് ഡിമെൻഷൻ ടേബിളിലോട്ടാണെങ്കിൽ മെനി ടു 1 ആയിരിക്കും, ഡിമെൻഷൻ ഫാക്ടിലോട്ടാണെങ്കിൽ 1 to many ആയിരിക്കും. അത് ഏതൊക്കെ കോളംസിനാണ് അറിയണമെങ്കിൽ ആ ഒരു ലൈനിന്റെ മുകളിൽ ജസ്റ്റ് മൗസ് പോയിന്റർ ഹോവർ ചെയ്താൽ മതി, ഏത് കോളം ടു ഏത് കോളമാണ് റിലേഷൻഷിപ്പ് പോയിരിക്കുന്നത് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാവും. ഹലോ, കസ്റ്റമർ ID ടു കസ്റ്റമർ ID, ലൊക്കേഷൻ ID ടു ലൊക്കേഷൻ ID, പ്രൊഡക്റ്റ് ID ടു പ്രൊഡക്റ്റ് ID, സെയിൽസ് പേഴ്സൺ ID ടു സെയിൽസ് പേഴ്സൺ ID. ജസ്റ്റ് ആ ലൈനിന്റെ മുകളിൽ നിങ്ങളൊന്ന് മൗസ് പോയിന്റർ ഹോവർ ചെയ്യുമ്പോൾ മെഷീൻ ഏത് കോളങ്ങൾ തമ്മിലാണ് റിലേഷൻഷിപ്പ് തന്നിരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ. ഇതിപ്പോ മാനുവലി ഓട്ടോമാറ്റിക്കലി മെഷീൻ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. ഇൻ കേസ് ആ ഓട്ടോ ഡിറ്റക്ട് ഫീച്ചർ വർക്ക് ചെയ്തില്ല, നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാനുവലി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്താണ്, ഇതിലൊരു റിലേഷൻഷിപ്പ് ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്, മാനുവൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഏതെങ്കിലും റിലേഷൻഷിപ്പ് നമ്മൾ എന്താ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഇവിടെ എന്ത് കാണാൻ പറ്റും, ഡിലീറ്റ്. ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. അപ്പൊ അത് ചോദിക്കും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ചെയ്യുന്നത്, ഞാൻ പറയണം യെസ്, ഡിലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, മാനുവലി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
അപ്പൊ ഈ ടേബിൾ നെയിംസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാണോ? ഏതാ? ഇപ്പൊ ഈ ടേബിൾ സ്ട്രക്ചർ പോലെ കാണിക്കുന്ന ബോക്സ് ഇല്ലേ, അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടണോ അതോ അത് ഡീഫോൾട്ട് ആയിട്ട് അല്ലല്ല, ഉണ്ടാവും? അത് ഡിഫോൾട്ട് ആയിട്ട് അവിടെ മോഡൽ വ്യൂയിൽ ഉണ്ടാവും. ഇപ്പം ഈ ഒരു ലൊക്കേഷൻ ഡാറ്റയും സെയിൽസ് ഡാറ്റയും തമ്മിൽ എന്താണ്, ഒരു ബന്ധവുമില്ല. ഇനി അത് വരണമെങ്കിൽ എന്ത് ചെയ്യണം, അതിലെ കോളംസ് തമ്മിൽ അവിടെ കണക്ഷൻ പോകണം. അപ്പൊ ഫസ്റ്റിൽ കണ്ടുപിടിക്കുന്നത് ഏത് കോളം ടു ഏത് കോളമാണ് കണക്ഷൻ പോകേണ്ടത്. ആരും തമ്മില ലൊക്കേഷൻ ഐ ഡി ടു ലൊക്കേഷൻ ഐ ഡി. മാനുവലി ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ആ കോളം ജസ്റ്റ് അങ്ങ് ഡ്രാഗ് ചെയ്യുക. നമ്മൾ കൊണ്ട് ഇതിലോട്ട് വിഷ്വൽസിലോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടില്ലേ, അതുപോലെ എന്ത് ചെയ്യുക, ഏത് ഫീൽഡാണോ കണക്ട് ചെയ്യുന്നത് ആ ഫീൽഡ് ഡ്രാഗ് ചെയ്യുക. ഇപ്പുറത്തെ ടേബിളിൽ ആരുമായിട്ടാണോ കണക്ട് ചെയ്യേണ്ടത് അതിലോട്ട് പോയിട്ട് അങ്ങ് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ഫ്രം ടേബിൾ ഏതാണ് നമ്മൾ ഇവിടുന്ന് എടുത്തിരിക്കുന്നത്, ലൊക്കേഷൻ ഡാറ്റ എങ്ങോട്ടാ പോയിരിക്കുന്നത്, സെയിൽസ് ഡാറ്റ, ഏത് കോളം ടു ഏത് കോളമാണെന്ന് മെഷീൻ ഡിറ്റക്ട് ചെയ്യും. താഴെ കാർഡിനാലിറ്റി കാണിച്ചു തരും 1 to many. അത് ഓട്ടോ ഡിറ്റക്ട് ചെയ്യും മെഷീൻ. അതും AI ഫീച്ചർ ഒന്നല്ല കേട്ടോ. ഏത് ടേബിളിൽ നിന്നാണ് വരുന്നത് നോക്കും, ലൊക്കേഷൻ ഡാറ്റ. ലൊക്കേഷൻ ഡാറ്റയിൽ ഏത് കോളം എടുത്തിരിക്കുന്നത്, ID. ആ കോളത്തിന്റെ ഗ്രാനുലാരിറ്റി ചെക്ക് ചെയ്യും. അവിടെ ഒരു വാല്യൂ എത്ര ടൈംസേ ഉള്ളൂ, ഒരു തവണയേ ഉള്ളൂ. എല്ലാ ആൾക്കാരും ഒരു തവണ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, 1 കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ പോയിട്ട് അവിടെ കൗണ്ട് സെലക്ട് ചെയ്തു, അത് മെനി ടു മെനിയോ. എന്തുകൊണ്ടാ, കൗണ്ടിൽ എല്ലാം സിംഗിൾ വാല്യൂ ആണോ, ഇല്ല. 22 കൗണ്ട് വെച്ചിട്ടാണ് 74 ലൊക്കേഷൻ ഉള്ളത്. ഒരേ കൗണ്ടിൽ നിന്നുണ്ടാവും മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. കണ്ടോ, അവിടെ മെനി ആയിട്ട് മാറിയുണ്ടാവും. മെനി ടു മെനി കത്തി ഉടനെ താഴെ വാണിംഗ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ബാക്കിയൊന്നിനും ആവശ്യം ഉണ്ടാവില്ല, മെനി ടു മെനിക്ക് ആവശ്യം ഉണ്ടാവും. ഇപ്പൊ ഹൗസ് കോഡ് സെലക്ട് ചെയ്താലും 1 to many മീൻസ് ഇതാണ്, അവിടെ എല്ലാ റോസും ഓരോ വാല്യൂസും ഒരു തവണ മാത്രമേ ഉണ്ടാവും. ഇപ്പൊ കറക്റ്റ് കോളം തമ്മിൽ തന്നെ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് മെനി വരാനുള്ള റീസൺ, ടു ടേബിൾ ഏതാ, ലൊക്കേഷൻ ഐ ഡി. ഇവിടെ ഒരു വാല്യൂ എന്താണ്, മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി എന്തായിരിക്കും, മെഷീൻ ഓട്ടോ ഡിറ്റക്ട് ചെയ്യും മെനി. അത് മാറ്റിയിട്ട് ഓർഡർ ഐ ഡി സെലക്ട് ചെയ്തു, അതെന്തായി 1 to 1. ഓരോ ഓർഡർ ഐ ഡിക്ക് എന്തായിരിക്കും, യുണീക്ക് നമ്പർ ആയിരിക്കും കേട്ടോ, 1 to 1 ആയി. അല്ലാതെ മെഷീൻ ഒരിക്കലും കോളംസ് ഏതാണെന്ന് കറക്റ്റ് ഡിറ്റക്ട് ചെയ്യില്ല. നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് ഇത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ആയി. ഇനി ഇൻ കേസ് കോളം മാറിയാലും മെഷീൻ എറർ ഒന്നും കാണിച്ചു തരില്ല കേട്ടോ. കാണിച്ചു തരാം, ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ലൊക്കേഷൻ ഐ ഡി നേരെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ ഐ ഡി മാറിയിട്ട് അഥവാ അറിയാതെ ഇവിടെ കൊണ്ടുപോയി കസ്റ്റമർ ഐ ഡി. നമ്മളൊരു ഭയങ്കര സ്പീഡിൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ എന്തായിരിക്കും, ഒന്നും ക്രോസ് ചെക്ക് ചെയ്യില്ല, നേരെ പോയിട്ട് എന്ത് പാസ് ചെയ്യും, കാർഡിനാലിറ്റി വേണമെങ്കിൽ ചെക്ക് ചെയ്യും, ഓക്കെ കറക്റ്റ് ആണ്, സേവ്. റിലേഷൻഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, പക്ഷെ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് മാത്രമേ. എപ്പോഴെങ്കിലും ലൊക്കേഷനിൽ ഒരു വാല്യൂ എടുത്തിട്ട് കസ്റ്റമറിൽ വല്ല മാച്ചിങ് കിട്ടുമോ, ഇല്ല. അപ്പോൾ മെഷീൻ ഇതുപോലെ ഒരു ഇഷ്യൂസ് നമുക്ക് കാണിച്ചു തരില്ല കേട്ടോ. അവിടെ നോക്കിയും കണ്ടിട്ടും വേണം എന്ത് ചെയ്യാൻ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ. ബാക്കി മൊത്തം കാണുമ്പോൾ നമ്മൾ വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും, വിഷ്വൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയോ കാണിച്ചു തരും, നമ്മൾ മൊത്തം കൺഫ്യൂസ് ആയിരിക്കും എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ഇഷ്യൂ വന്നാലും നേരെ എങ്ങോട്ട് വന്നാൽ മതി, മോഡലിലോട്ട് വന്നാൽ മതി. മോഡലിലോട്ട് വന്നത് കാണിച്ചു തരും എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന മിസ്റ്റേക്ക്. അതുകൊണ്ട് മോഡൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് എല്ലാ മോഡൽ ലൈനിന്റെ മുകളിലും പോയി മൗസ് കൊണ്ട് ചെക്ക് ചെയ്യുക, നിങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചൂസ് ചെയ്ത കോളംസ് കറക്റ്റ് ആണോ. അപ്പം കറക്റ്റ് അല്ല കണ്ടോ, എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യുന്നു, ഒന്നുകൂടെ ചെയ്യാം. ഞാൻ ലൊക്കേഷൻ ഐ ഡി നേരെ എടുത്തിട്ട് ലൊക്കേഷൻ ഐ ഡിയിലോട്ട് തന്നെ ഇടുന്നു, ചെയ്യാം. ഇത് കറക്റ്റായി. ഇതിന്റെ എന്തൊക്കെ ഇഷ്യൂസ് വരാന്നുള്ളത് കൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നേരെ റിപ്പോർട്ട് വ്യൂയിലോട്ട് വന്നു. ഓക്കെ, എനിക്കിവിടെ എത്ര കൗണ്ടീസിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, 22 കൗണ്ടീസ് ഉണ്ട്. എനിക്ക് ഓരോ കൗണ്ടിനെയും ടോട്ടൽ ക്വാണ്ടിറ്റിനെ ബേസ് ചെയ്ത് കമ്പയർ ചെയ്യണം. ഇത് ഓരോ കൗണ്ടിയിലും എത്ര ക്വാണ്ടിറ്റി വിറ്റേഴ്സ് ഉള്ളത് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം, അവർ തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പാരിസൺ നമ്മൾ ഏത് വിഷയം യൂസ് ചെയ്യാം, കോളം ചാർട്ട്. ബാർ ചാർട്ട് എന്ത് ചെയ്തു, തൽക്കാലം കോളം ചാർട്ട് ചൂസ് ചെയ്തു. ഓക്കെ, കോളം ചാർട്ടിന്റെ എക്സിലോട്ട് എന്താ ആഡ് ചെയ്യുക, കാറ്റഗറിയും വൈയിലോട്ട് ന്യൂമറി. നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂ ഏതാ, ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ സെയിൽസ് ഡാറ്റ എന്ത് ചെയ്തു, ക്വാണ്ടിറ്റി നേരെ എടുത്തിട്ട് വൈ ആക്സിലോട്ട് ആഡ് ചെയ്തു.
ഇനി എക്സ് ആക്സിലോട്ട് ആരെയാ പാസ് ചെയ്യേണ്ടത്? കൗണ്ടീസ്. കൗണ്ട് എവിടെയുള്ളത്? ഫാക്ട് ടേബിൾ ഉണ്ടോ? ഇല്ല. ഡിമെൻഷൻ ഡാറ്റയായ ലൊക്കേഷൻ ഡാറ്റ. അപ്പൊ ലൊക്കേഷൻ ഡാറ്റ ആരെ എടുത്ത് ആഡ് ചെയ്തു? കൗണ്ട് ഇതിലോട്ട് എടുത്ത് ആഡ് ചെയ്യും. അപ്പൊ കണ്ടോ, ഏത് കൗണ്ടിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി പോയിരിക്കുന്നത്? ലോസ്ലെസ് കൗണ്ട്. ഓക്കെ, ഇതിവിടെ വർക്ക് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? ഇത് തമ്മിൽ കറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇനി റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ ഇഷ്യൂ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ബേസിക്കേ പറഞ്ഞിരുന്നുള്ളൂ, ഡീറ്റെയിൽഡ് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. റിമൂവ് ചെയ്തു. ഇപ്പുറത്തൊന്ന് കണ്ടോ, എല്ലാ ഡാറ്റ പോയിന്റ് ഹൈറ്റ് സെയിം. ഇനി നമുക്ക് ടൂൾ ടിപ്പിൽ പോയിട്ട് വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ സ്ഥലത്തും എന്താ ഒരേ വാല്യൂ? എപ്പോഴും ഇങ്ങനെ വരുമോ? ഇല്ല. ഇങ്ങനെ വരാനുള്ള റീസൺ എന്താ? വൈ ആക്സിൽ എടുത്ത ന്യൂമറിക്കൽ വാല്യൂ ഒരു ടേബിൾ, എക്സ് ആക്സ് മറ്റൊരു ടേബിൾ. അവർ തമ്മിൽ എന്താണ്? ഒരു ബന്ധവുമില്ല. അപ്പോൾ വിഷ്വലൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എല്ലാ ഡാറ്റാ പോയിന്റിലും ഒരേ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ആ ടേബിൾ തമ്മിൽ എന്തുണ്ടാവില്ല? കണക്ഷനേ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ അധികം നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നാൽ മതി, മോഡൽ വന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇഷ്യൂ മനസ്സിലായി. നിങ്ങൾ നേരെ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്താവും? കോളംസ് മാറിപ്പോവും, ഫോക്കസ് ചെയ്യില്ല. ഇവിടെ ഒരു എന്തായി? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. ഏതെങ്കിലും കൗണ്ടിനെ കാണിച്ചു തരുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ വന്നാലുള്ള ഇഷ്യൂ എന്താണ്? മോഡൽ ഇഷ്യൂ. നേരെ എന്ത് ചെയ്യുക? റിപ്പോർട്ടിലോട്ട് വരിക, ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ? അല്ല. ലൊക്കേഷൻ എടുത്തിട്ട് മെഷീൻ അപ്പുറത്തോട്ട് വരുമ്പോൾ എന്താണ്? അവിടുത്തെ കസ്റ്റമർ ഐ ഡി. വല്ല കണക്ഷനും ബിൽഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് മെഷീൻ ചെയ്യാൻ പറ്റുമോ? അതവിടെ കൺഫ്യൂസ്ഡ് ആവും. ഇപ്പൊ എന്ത് ചെയ്യുക? അത് ഡിലീറ്റ് ചെയ്യുക, ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യുക. ലൊക്കേഷൻ ഐ ഡി എടുത്തിട്ട് നേരെ ലൊക്കേഷൻ ഐഡിയിലോട്ട് ഇടുന്നു. യെസ്. ഇനി വിഷിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പ്രോപ്പർലി വർക്ക് ചെയ്യുന്ന പറ്റുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിന്റെയും ബാക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു മോഡലായിരിക്കും. ഈ മോഡൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒന്നും കറക്റ്റ് ആയിട്ട് ഔട്ട് കിട്ടില്ല. അതുകൊണ്ട് മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് മാത്രം മോഡൽ ബിൽഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ അവർക്ക്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു, മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലെങ്ങനെയാണ് ഡാറ്റ ഫ്ലോ ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, വരാൻ പോകുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓൺലൈൻ, ഓഫ്ലൈൻ? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ആ ഫയൽ പ്രോപ്പർലി സേവ് ചെയ്ത് വെക്കുക കേട്ടോ. നാളെ ഇതിന്റെ മോഡൽ എങ്ങനെ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എല്ലാവർക്കും ഇന്നത്തെ കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓൺലൈൻ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് ചെയ്യുന്നവർ ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവരാണ് ചോദിച്ചോളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ശരി. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. ഫയൽ പ്രോപ്പറായി സേവ് ചെയ്ത് വെക്കുക കേട്ടോ.